മത്തായിയുടെ സുവിശേഷം 24-ാമത്തെ അധ്യായത്തിൻ്റെ 44-ാമത്തെ വാക്യം. അങ്ങനെ നിങ്ങൾ നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നതുകൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പിൻ. ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ബഹുമാനപ്പെട്ട യോഗ അധ്യക്ഷനും ഈ യോഗം നടത്തുന്ന തുളസി പാസ്റ്ററും വേദിയിലുള്ള അനവധി ദേവദാസന്മാരും സംഗീത ശുശ്രൂഷ ചെയ്യുന്നവരും മറ്റ് പ്രിയപ്പെട്ടവർക്കും ഈ യോഗം ശ്രദ്ധിക്കുന്നവർക്കെല്ലാം സ്നേഹവന്ദനം. ഞാനിതിനു മുൻപും ഇവിടെ വന്നിട്ടുണ്ട്. എന്നോട് ഈ പ്രാവശ്യം സംഘാടകരാവശ്യപ്പെട്ടത് കർത്താവിൻ്റെ വരവുമായിട്ട് ബന്ധപ്പെട്ട ഒരു മെസ്സേജ് നൽകിയാൽ നന്നായിരിക്കും എന്ന് ഒരഭിപ്രായം പറയുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടെയാണ് ഞാൻ ഈ വാക്യം ഇന്ന് രാത്രിയിൽ വായിച്ചത്. യഹൂദീയ അധ്യായങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന 3 അധ്യായങ്ങൾ പുതിയ നിയമത്തിലുണ്ട്. അവ യഥാക്രമം മത്തായിയുടെ സുവിശേഷം 24, മർക്കോസിൻ്റെ സുവിശേഷം 13, ലൂക്കോസിൻ്റെ സുവിശേഷം 21 എന്നീ അധ്യായങ്ങളാണ്. യഹൂദൻ്റെ മുപ്പരിച്ചരട് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഈ അധ്യായങ്ങളിലും പഴയ പുതിയ നിയമത്തിൻ്റെ നിരവധി പേജുകളിൽ ചിതറി വിതറി കിടക്കുന്ന 150-ലേറെ ലക്ഷണങ്ങളാണ് യേശുവിൻ്റെ വരവിന് മുൻപ് ലോകത്തിൽ നടക്കേണ്ടത്. ആ ലക്ഷണങ്ങളൊന്നും പറയാനല്ല ഞാനിവിടെ നിൽക്കുന്നത്. അതൊക്കെ നമുക്ക് ഒരുപാട് സമയമെടുത്താലേ ബൈബിൾ ക്ലാസ് പോലെ പറയാനായിട്ട് പറ്റത്തുള്ളൂ. ഇന്നലെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സുവിശേഷ പ്രഭാഷണം നിങ്ങൾ കേട്ടു. നാളെയും അത്തരത്തിലുള്ള പ്രഭാഷണങ്ങൾ കേൾക്കും. അപ്പോൾ അതിനിടയിൽ വരുന്ന ഒരു ദിവസം കർത്താവിൻ്റെ വരവുമായിട്ട് ബന്ധപ്പെട്ടായിക്കോട്ടെ എന്ന് സംഘാടകരുടെ തീരുമാനം ഏറ്റവും ഉചിതമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളതിനു വേണ്ടിയാണല്ലോ ഈ ലോകത്തിൽ നോക്കി പാർക്കുന്നത്. അപ്പോൾ 150 ലക്ഷണങ്ങളെ 4ആയിട്ടാണ് തിരിക്കുന്നത്. ഇസ്രായേൽ ലക്ഷണങ്ങൾ, ജാതീയ ലക്ഷണങ്ങൾ, സഭാലക്ഷണങ്ങൾ, പ്രാപഞ്ചിക ലക്ഷണങ്ങൾ എന്നിങ്ങനെ 4ആയിട്ടാണ് തിരിക്കുന്നത്. ഇസ്രായേൽ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം മുതലുള്ള ഒരു തലമുറകളാണ്. അബ്രഹാം മുതൽ ദാവീദ് വരെ 14, ദാവീദ് മുതൽ ബാബിൽ പ്രവാസത്തോളം 14, ബാബിൽ പ്രവാസം മുതൽ ക്രിസ്തു വരെ 14. ഈ 42 തലമുറകളുടെ ചരിത്രം ബൈബിളിൽ നിന്ന് പറയണം. ആദാം മുതൽ അബ്രഹാം വരെയുള്ള 20 തലമുറകൾ, 62 തലമുറകളുടെ ചരിത്രം പറഞ്ഞ ശേഷം 1-ാമത്തെ രാജാവും 2-ാമത്തെ രാജാവും, 3-ാമത്തെ രാജാവിന് ശേഷം രാജ്യം 2ആയിട്ട് വിഭാഗിക്കപ്പെടുന്നതും യഹൂദ ഇസ്രായേൽ എന്ന ഭരണം ആരംഭിക്കുന്നതും 200-ലേറെ വർഷവും 300-ലേറെ വർഷവുമായിട്ട് ഭരണങ്ങൾ നടത്തുന്നതും 41 രാജാക്കന്മാർ 411 വർഷം ഇസ്രായേലിനെ ഭരിച്ചതും ഒടുവിൽ അവർ ബാബിലിലേക്ക് അടിമകളായി പോകുന്നതും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജനനവും ക്രൂശീകരണവും AD 70 ലോകത്തിൻ്റെ 72 രാജ്യങ്ങളിലേക്ക് അവരുടെ ചിതറിപ്പോക്കും AD 135 ആദ്രിയൻ കൈസറിൻ്റെ കാലഘട്ടത്തിൽ 115 രാജ്യങ്ങളിലേക്ക് ചിതറിയതും 1850ഓളം വർഷങ്ങൾ ലോകത്തിൻ്റെ അനവധി രാജ്യങ്ങളിൽ അവർ ചിതറിക്കിടന്നതും 1-ാം ലോകമഹായുദ്ധ അനന്തരം രാജ്യം തിരികെ കിട്ടിയതും 48 മെയ് മാസത്തിൽ അവർ സ്വതന്ത്രമായി തീർന്നതും ഇന്ന് ഗാസ വെസ്റ്റ് ബാങ്കിലും നടക്കുന്ന പശ്ചിമേഷ്യൻ സംഘർഷാവസ്ഥകൾ വരെ ഒരടുക്കം ചിട്ടയോടും കൂടെ പറഞ്ഞു പോകുമ്പോഴാണ് ഇസ്രായേൽ ലക്ഷണങ്ങൾ ആകുന്നത്. ജാതീയ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ദാനിയേൽ പ്രവചനവും ദാനിയേലും രാജാവും കണ്ട സ്വർണ്ണബിംബത്തിൻ്റെ വ്യാഖ്യാനമാണ്. തല തങ്കം കൊണ്ടും നെഞ്ചും കൈയും വെള്ളി കൊണ്ടും വയറു വരയും താമ്രം കൊണ്ടും കാൽ പകുതി ഇരുമ്പും കളിമണ്ണും കൈ തൊടാതൊരു കല്ല് വന്ന് പറഞ്ഞ് ഈ ബിംബത്തിൻ്റെ പാദത്തിൽ അടിച്ച് അതിനെ ധൂളിയായി പറത്തിക്കൊണ്ട് പോകുന്നതും ആ കല്ല് ഇവിടെ ഒരു വലിയ സാമ്രാജ്യമായി മാറുന്നതുമാണ് സ്വപ്നം. പ്രഥമ സാമ്രാജ്യമെന്ന് നമ്മൾ പറയുന്ന ബാബിലോൺ സാമ്രാജ്യവും, അതിന് മുൻപ് സാമ്രാജ്യമുണ്ട് അശൂർ. അതിനുശേഷം മെദ്യരും പാർസികളും അടങ്ങുന്ന പേർഷ്യൻ സാമ്രാജ്യവും,
സംസ്കാരത്തിൻ്റെ കളിത്തൊട്ടിൽ തത്വജ്ഞാനികളുടെ തറവാടെന്നറിയപ്പെടുന്ന മൂന്നാമത്തെ സാമ്രാജ്യവും മനുഷ്യൻ്റെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ നീളമുള്ള അവയവം കാലുകളാണ്. ഏറ്റവും കൂടുതൽ വർഷം ഭരിച്ചത് റോമൻ സാമ്രാജ്യമാണ്. മനുഷ്യൻ്റെ 2 കാലുകൾ കിഴക്കൻ റോമ, പടിഞ്ഞാറൻ റോമ. 10 വിരലുകൾ 10 നാട്ടുരാജാക്കന്മാർ ചെന്നതിനെ പങ്കിട്ടെടുത്തു. ഇനി കൈതൊടാതൊരു കല്ല് ലോകത്തിലേക്ക് വരണം, 1000 വർഷം കർത്താവിടെ ഭരിക്കണം. ആ സംഭവങ്ങൾ ലോകചരിത്രത്തിൽ കൂടെ പറഞ്ഞു പോകുമ്പോഴാണ് ജാതീയ ലക്ഷണങ്ങൾ ആകുന്നത്. സഭാലക്ഷണങ്ങൾ 2 ഭാഗമാണ്. ഒന്ന് പ്രാദേശിക സഭാലക്ഷണങ്ങൾ, 2 സാർവത്രിക സഭാലക്ഷണങ്ങൾ. നിർഭാഗ്യവശാൽ ഇങ്ങനെയുള്ള ഗംഭീരമായ സുവിശേഷ യോഗങ്ങൾ വെച്ചിട്ട് സഭയിൽ നടക്കുന്ന ആളുകളുടെ വിശ്വാസവും പ്രതിസന്ധികളുമൊക്കെ അവതരിപ്പിക്കുന്നത് അനുചിതമായിരിക്കുമെന്നുള്ളത് കൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. ചുരുങ്ങിയ പക്ഷം ഒരു 10-30 ലക്ഷണങ്ങളെങ്കിലും ഞാൻ എൻ്റെ 2ാമത്തെ പുസ്തകത്തിൽ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു. 4ാമത് പ്രാപഞ്ചിക ലക്ഷണങ്ങളാണ്. അത് 2 ഭാഗമാണ്. ഒന്ന് ആകാശത്തിൽ നടക്കുന്നത്, 2 ഭൂമിയിൽ നടക്കുന്നത്. ആകാശത്തിൽ നടക്കുന്നതാണ് സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും സ്റ്റാർ വാറും ക്യൂരിയോസിറ്റിയും പാത്ത് ഫൈൻഡറും തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ. ഭൂമിയിൽ നടക്കുന്ന കാര്യങ്ങളാണ് യുദ്ധവും ക്ഷാമവും ഭൂകമ്പവും കുടിവെള്ളത്തിന് ക്ഷാമവും മാരക രോഗങ്ങളും മലകളും ദ്വീപുകളും കാണാതാകുന്നതും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്കറിയാൻ ഒക്കത്തില്ല. ഞാൻ ഇന്ന് രാത്രിയിൽ ഈ വേദഭാഗം എടുക്കാൻ കാരണം നമ്മൾ കുറേ നാളുകളായി കേൾക്കുന്നതാണ് യേശുവിൻ്റെ വരവിനെ സംബന്ധിച്ചുള്ള പ്രഭാഷണങ്ങൾ. ഞാനും അതിനെക്കുറിച്ച് ഒരുപാട് പ്രസംഗങ്ങൾ നടത്താറുണ്ട്. എൻ്റെ പുസ്തകമൊന്നും ഇവിടെ കൊണ്ടുവരുന്ന വഴിക്കൊക്കെ തീർന്നു പോയതുകൊണ്ട് ഇങ്ങോട്ട് ഇവിടെ വരെ എത്തിയിട്ടില്ല. അതെല്ലാം ഇന്നലെ കൊണ്ട് കൊട്ടാരക്കര IPC കൊണ്ട് തീർന്നു. അപ്പോൾ 150 ബൈബിൾ ക്ലാസ്സുകൾ, 71 അധ്യായങ്ങൾ ഉള്ള ഒരു പുസ്തകം ഞാൻ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. അന്ത്യകാലം എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ് വെളിപ്പാട് 1:3 ആസ്പദമാക്കി ഞാൻ പറയാറുണ്ട്. ഇന്ന് രാത്രിയിൽ ഞാൻ ഈ ഭാഗത്തു നിന്ന് പറയുന്നത് യേശുവിൻ്റെ വരവിന് കാലമായി എന്നുള്ളതല്ല, നാളും നാഴികയും അടുത്തിരിക്കുന്നു എന്നാണ്. നമ്മൾ ഒരുപാട് കാലങ്ങളായിട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ് അന്ത്യകാലം. ഞാൻ 45 വർഷമായി വിശ്വാസത്തിൽ വന്നിട്ട് അന്ന് മുതലേ ഞാൻ കേൾക്കുകയും പ്രസംഗം തുടങ്ങിയ കാലം മുതലേ ഞാനും പ്രസംഗിക്കുകയും ചെയ്യുന്നതാണ് അന്ത്യകാലം എന്നുള്ളത്. പക്ഷേ ഇവിടെ നമ്മൾ 24, 44, 37 വായിക്കുന്നത് നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നതുകൊണ്ട് നിങ്ങൾ ഒരുങ്ങിയിരിക്കും. 37 വരുമ്പോൾ നാളും നാഴികയും അറിയാത്തത് കൊണ്ട് എന്നാണ്. ഇത് 2 തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ആ വ്യത്യാസമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. കാലം എന്ന് പറഞ്ഞാൽ ഒരു ബ്രാക്കറ്റ് പീരീഡാണ്. അതുകൊണ്ട് യേശുക്രിസ്തു പറഞ്ഞ കാര്യം ഓർക്കണം. ന്യായപ്രമാണവും സകല പ്രവാചകന്മാരും യോഹന്നാൻ വരെ ആയിരുന്നു. അതൊരു പ്രത്യേക ബ്രാക്കറ്റിലാണ്. യോഹന്നാൻ വരെ ആയിരുന്നു, പ്രത്യേക ബ്രാക്കറ്റ് പീരീഡാണ്. അപ്പോൾ കാലം എന്ന് പറഞ്ഞാൽ ഏത് കാലത്തിലും ആകാം. 5 വർഷം, 10 വർഷം. ഇപ്പോൾ തന്നെ എത്ര കൊല്ലമായി നമ്മൾ പ്രസംഗം തുടങ്ങിയിട്ട്. നാളും നാഴിക എന്ന് പറഞ്ഞാൽ അതല്ല. അത് ഞാൻ എങ്ങനെയാണ് വിശദീകരിക്കുക എന്ന് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന പോലെ പറയണമല്ലോ. സ്വന്തം ജന്മദിനം അറിയാവുന്നവർ, ഡേറ്റ് ഓഫ് ബർത്ത് അറിയാവുന്നവർ ഒന്ന് കൈവക്കാം. കുറച്ച് പേര് കൈവക്കി, കുറച്ച് പേര് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ജനിച്ചതാണോ അതോ പൊട്ടിത്തെറിച്ച് വന്നതാണോ എന്നൊക്കെ ആലോചിക്കുകയാണ്. ഞാൻ ഈ കൈ ഉയർത്തിയവരോടാണ് ഇനി ചോദിക്കുന്നത്. ഏത് ദിവസമാണെന്നറിയാതൊരു കൈവക്കിക്ക്. തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി, ഞായർ. ഏത് ദിവസമാണെന്നറിയാതൊരു കൈവക്കിക്ക് 5-6 പേരുണ്ട്. ഒരു നേഴ്സിംഗ് ജോലിയോ ഒക്കെ ആയിരിക്കും ചിലപ്പോൾ. മണിക്കൂർ അറിയാവുന്നൊരു കൈവക്കിക്ക് മണിക്കൂർ പിടിവിട്ടു. അപ്പം ഇനി നാഴിക ചോദിക്കണോ? വേണ്ട. വിനാഴിക ചോദിക്കണോ? വേണ്ട. ഞാൻ എൻ്റെ അമ്മയോട് ചോദിച്ചു, ശോശാമ്മയോട്, പേരാ വിളിക്കുന്ന സ്നേഹം കൊണ്ടാണ്, അമ്മേ ഞാൻ എന്നാ ജനിച്ചത്, നാളും നാഴികയും കിട്ടുമെന്നറിയാൻ വേണ്ടിയാണ്. ഒരു 10-15 മിനിറ്റ് അമ്മ ആലോചിച്ചിട്ട് പറഞ്ഞു, പടിഞ്ഞാറ് വശത്തെ ഇല്ലി പൂത്തപ്പഴ നീ ജനിച്ചത്. അതോടുകൂടെ ചോദ്യം അവിടെ വെച്ച് അവസാനിപ്പിച്ചു. അല്ലെങ്കിൽ എനിക്ക് ഇരട്ടടി പോലെ പല ചോദ്യങ്ങളും കിട്ടിയിട്ടുണ്ട്.
അപ്പം നിങ്ങൾക്ക് രണ്ടിൻ്റെ അർത്ഥം വ്യത്യാസം മനസ്സിലായോ? കാലം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക പിരീഡാണ്, എപ്പോഴേലും വരാം, പ്രത്യേകിച്ച് ഒരുങ്ങേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ നാളും നാഴിക എന്ന് പറഞ്ഞാൽ അതല്ല, ഒരുങ്ങിയിരിപ്പീനെന്നാണ്. ഒരുങ്ങിയിരിപ്പീൻ എന്ന് പറഞ്ഞാൽ ആ പദം മലയാളത്തിൽ കുഴപ്പമൊന്നുമില്ല, എന്നാലും നമ്മുടെ മലയാള ഭാഷയിലേക്ക് ഒന്നും കൂടെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യുകയാണ്. നിൽക്കണോ ഇരിക്കണോ, ഒരുങ്ങിയിരിക്കണോ നിൽക്കണോ. ഇരുന്നാൽ കുറച്ച് കഴിയുമ്പോൾ കിടക്കാനൊക്കെ തോന്നില്ലേ, കിടക്കണം. ഞങ്ങൾ ഈ തിരുവനന്തപുരത്ത് നിന്ന് തിരിച്ചു പോകുമ്പം ഗുരുവായൂർ എഗ്മോർ ട്രെയിനാണ് ഞങ്ങളുടെ ആശ്രയം. ഇന്ന് ടിക്കറ്റ് കിട്ടിയില്ല, കാരണം കുറച്ച് നേരത്തെ ബുക്ക് ചെയ്യാൻ പറ്റിയില്ല. ഇപ്പോഴും ഓർക്കുന്നൊരു കാര്യമുണ്ട്. കുറേ നാൾ മുമ്പ് ഞാൻ എവിടെയോ കാട്ടാക്കട മീറ്റിംഗ് കഴിഞ്ഞ് വന്നപ്പം 11:10 അന്ന് വണ്ടി സമയം, ഇപ്പോൾ 12:10. അവിടെ വന്നപ്പോൾ ഒരു അനൗൺസ്മെൻറ്റ് മുടങ്ങി, 3 മണിക്കൂർ ലേറ്റാണ് വണ്ടി. അപ്പോൾ 12:10, 1:10, 2:10 വണ്ടി വരത്തുള്ളൂ. ഒരു വിഹക വീക്ഷണം ഞാൻ നടത്തി നോക്കി. ആളുകളിൽ കിടന്നുറങ്ങാൻ തുടങ്ങി, ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് കിടക്കുന്നു. ചിലർ ആ കമ്പാർട്ട്മെൻറ്റിൽ അല്ല ആ പ്ലാറ്റ്ഫോമിൽ തന്നെ കിടക്കുന്നു. തൊട്ടടുത്ത് എഞ്ചിനില്ലാത്ത കുറേ ബോഗികൾ കിടക്കുന്നുണ്ട്, അതിനകത്ത് ആളുകൾ കിടക്കുന്നു. 3 മണിക്കൂറുണ്ടല്ലോ. നമ്മൾ പിന്നെ അങ്ങനെ ഉറങ്ങുന്നൊരു ശരിയല്ലാത്തതുകൊണ്ട്, ഉറക്കമൊക്കെ വരുന്നുണ്ട്, പക്ഷേ ഉറങ്ങുന്നത് ശരിയല്ലാത്തത് കൊണ്ട് ഇങ്ങനെ കണ്ണ് തുറന്ന് വിഷമിച്ചിരിക്കുകയാണ്. ഏതാണ്ട് ഒരു 2:45 ഒരു അനൗൺസ്മെൻറ്റ് ഹിന്ദിയിലും മലയാളത്തിലും ഇംഗ്ലീഷിലും മുഴങ്ങിക്കിട്ടു. 1:61:28. എഗ്മോറിൽ നിന്നും ഗുരുവായൂർക്ക് പോകുന്ന ഗുരുവായൂർ എക്സ്പ്രസ് അല്പസമയത്തിനകം 3ാമത്തെ പ്ലാറ്റ്ഫോമിൽ എത്തിച്ചേരുന്നതാണ്. ആ അനൗൺസ്മെൻറ്റ് കേട്ട ശേഷം ഞാനൊന്ന് കണ്ണോടിച്ചു നോക്കിയപ്പോൾ രസകരമായൊരു കാഴ്ച കണ്ടു. ആളുകൾ ചാടി എഴുന്നേൽക്കുന്നു. ഉറങ്ങിയ കുട്ടികളുടെ കഴുത്ത് അവർ പിന്നെയും ഉറങ്ങാൻ തുടങ്ങുമ്പം കഴുത്തിന് പിടിച്ച് ഞെക്കി ഒരു കിഴുക്കൊക്കെ കൊടുത്ത് അവർ എഴുന്നേൽപ്പിച്ച് നിർത്തുന്നു. സ്വന്തക്കാരും ബന്ധുക്കാരും അടുത്ത ഇതിനകത്ത് കിടന്ന് നേരെ അവിടെ ചെന്ന് അവരെ വിളിച്ചോണ്ട് വരുന്നു. പെട്ടെന്ന് ഒരാൾ ചോദിച്ചു, ഇത് ഏത് പ്ലാറ്റ്ഫോം നോക്കുന്നു? 3 എന്ന് നോക്കുന്നു. ഉടനെ ടിക്കറ്റ് എടുത്ത് നോക്കുന്നു. ടിക്കറ്റ് ആരെങ്കിലും അടിച്ചുകൊണ്ട് പോയി നോക്കുന്നു. ഫ്രം എൻജിൻ X87 എവിടെയാണെന്ന് നോക്കുന്നു. അനൗൺസ്മെൻറ്റ് കേട്ട ശേഷം ഒറ്റ മനുഷ്യൻ ഇരുന്നിട്ടുമില്ല, കിടന്നിട്ടുമില്ല, ഉറങ്ങിയിട്ടുമില്ല. ഈ നടക്കുന്ന 4ാമത്തെ കൺവെൻഷൻ്റെ ഇന്നലെ മുതൽ ഇന്ന് നാളെയൊക്കെ ഒരു അനൗൺസ്മെൻറ്റ് ഈ ദേശത്ത് മുഴങ്ങുകയാണ്. എന്താണ് അനൗൺസ്മെൻ്റ് എന്നറിയാമല്ലോ? കർത്താവ് വരാറായി, യേശു വരാറായി. യേശു വരാറായി എന്നൊക്കെ പറഞ്ഞിട്ട് പുഴുങ്ങിയ പുട്ട് കുറ്റിക്കകത്തിരിക്കുന്ന പോലെ എന്നെ നോക്കുന്ന നോട്ടം കണ്ടു. എൻ്റെ ദൈവമേ, പണ്ടത്തെ വല്ല പെന്തിക്കോസ്തുകാരുടെ യോഗത്തിലാണ് ഞാൻ യേശു വരാറായി എന്ന് പറഞ്ഞിരുന്നെങ്കിൽ മൺകലത്തിൽ നിന്ന് മലര് പൊട്ടുന്ന പോലെ അമ്മച്ചിമാരും അപ്പച്ചി എഴുന്നേറ്റ് നിന്ന് ഹല്ലേലൂയ എന്ന് വിറപ്പിച്ചുകൊണ്ട് പറഞ്ഞേനെ. ഇത് നിങ്ങളുടെ നോട്ടം കണ്ടിട്ട് ഞാൻ ഏതാണ്ട് അബദ്ധം പറഞ്ഞ പോലെയാണ് ഇരിക്കുന്നത്. ഒന്നാമത് ഈ ആളുകൾക്കൊന്നും ഇപ്പം അങ്ങനെ വലിയ പ്രത്യാശയൊന്നും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ നേഴ്സിംഗ് കൃഷി ഏതാണ്ട് പൂത്തുലഞ്ഞ് നിൽക്കുകയാണ്. എല്ലാ പിള്ളേരും നേഴ്സിംഗെല്ലാം കഴിഞ്ഞ് കുവൈറ്റിലും, അവിടെ നേരെ UK അവിടെ നേരെ ഓസ്ട്രേലിയയിലും, അവിടെ നേരെ ന്യൂസിലൻഡിലും കാനഡയിലും ഒക്കെ പോയി നിൽക്കുകയാണ്. അവർ ലോണൊക്കെ അടച്ച് തീരാറായി. ഒരു മാരുതിയിൽ നടന്നവരൊക്കെ വണ്ടി മാറാനുള്ള തീരുമാനത്തിലാണ്. ചുരുക്കി പറഞ്ഞാൽ ഒന്ന് മെച്ചപ്പെട്ട് ജീവിക്കാം, പിള്ളേരൊക്കെ വിദേശത്ത് പോയതുകൊണ്ട് എന്ന് ചിന്തിച്ച് പ്രതീക്ഷയോടെ കാത്തിരിക്കുമ്പോഴാണ് പാസ്റ്റർ ചങ്കിൽ കുത്തുന്ന വർത്തമാനം പറയുന്നത്, യേശു വരാറായി. ഇതിനേക്കാൾ ഭേദം ആ കുത്തു കൊള്ളുകയായിരുന്നു എന്നാണ് നിങ്ങളുടെ ഇരിപ്പ് കണ്ട് എനിക്ക് പറയാൻ തോന്നുന്നു. ഏത് കാലത്തിലും ഒരു ശേഷിപ്പുണ്ടാവും. ഈ പന്തലിലും അങ്ങനെ കുറച്ച് പേരുണ്ടാവും. അവരിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഈ പ്രസംഗം നമ്മൾ തുടരുകയാണ്. അതുകൊണ്ട് ഒരുങ്ങിയിരിക്കാനുള്ള സമയമല്ല, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൊണ്ട് വരാൻ സമയമല്ല, കാലമല്ല, നാളും നാഴികയുമായതുകൊണ്ട് എഴുന്നേറ്റ് ഒരുങ്ങി നിൽക്കുവാൻ, ഉറങ്ങുന്നവരായി ആരെങ്കിലും കണ്ടാൽ അവരെയും കൂടെ തട്ടിയൊന്ന് എഴുന്നേൽപ്പിക്കാൻ ഈ മെസ്സേജുകൾ നമുക്ക് കാരണമാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഞാൻ ഇന്ന് ഈ നാളും നാഴിക എന്ന് പറയുമ്പം
കാലഘട്ടത്തിൻ്റെ ഘടികാര സൂചി വന്നെത്തുന്ന സമയമെന്നാണ് ഈ നാളും നാഴികയും എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ എനിക്ക് പ്രസംഗം 9:15 9:30 വരെ പോയാലും കുഴപ്പമില്ല എന്ന് പാസ്റ്റർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെ പറയുന്നതിൻ്റെ അർത്ഥം അറിയാമല്ലോ അല്ലേ? ഏതാണ്ട് 9:15 പറഞ്ഞിരിക്കുന്നത്. പിടിച്ചാൽ കിട്ടിയില്ലെങ്കിൽ 9:30 വരെയൊക്കെ പോകാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് പിടിച്ചാൽ കിട്ടും, കാരണം എനിക്ക് അതിനുശേഷം വണ്ടിക്ക് പോകാനുള്ളതാണ്. അല്ലെങ്കിലും എനിക്ക് പിടിച്ചാൽ കിട്ടും. നമുക്കങ്ങനെ ഒരുപാട് സംഘാടകർ പറയുന്നതിന് അപ്പുറത്തോട്ടൊന്നും പോയി ശീലമില്ല, അതുകൊണ്ട് ഞാനങ്ങനെ ചെയ്യത്തില്ല. അപ്പോൾ 9 മണിയാകുമ്പം ചെറിയ സൂചി വരും, വലിയ സൂചി വന്ന് നിൽക്കും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കുന്നത് സെക്കൻഡ് സൂചിയാണ്. ആര് തടഞ്ഞാലും നടഞ്ഞില്ലെങ്കിൽ ആ സെക്കൻഡ് സൂചി ഓടി വന്ന് 9 മുട്ടുന്നത് പോലെ നമ്മൾ ആര് സ്വത്രം പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ആര് ഒരുങ്ങിയാലും ഇല്ലെങ്കിലും അവൻ വാതിൽക്കൽ തന്നെ ആയിരിക്കുന്നു എന്നുള്ളത് പരമാർത്ഥമായൊരു സത്യമാണ്. സമയം അടുത്തിരിക്കുന്നു എന്നാണ് വെളിപ്പാട് 1:3. നമ്മൾ പറയുന്നത് കേട്ടിട്ടില്ലേ? സമയം മുന്നോട്ട് പോയി എന്ന് കേട്ടില്ലേ? ഇവിടെ കാര്യം പറഞ്ഞിട്ടൊന്നുമില്ല, ഞാനും പറയാറുണ്ട്. നമ്മൾക്ക് അങ്ങനെ കുറേ ശീലങ്ങളൊക്കെ ഉണ്ടല്ലോ. എന്താണ് സമയം മുന്നോട്ട് പോയി എന്ന് പറഞ്ഞിട്ടില്ലേ? സത്യത്തിൽ സമയം മുന്നോട്ട് പോകുമോ? ഇല്ല. സമയം എങ്ങനെ മുന്നോട്ട് പോകുന്നത്? എൻ്റെ അറിവിൽ ഇന്ന് വരെ സമയം മുന്നോട്ട് പോയതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. സമയം കൃത്യമായിട്ടാണ് പോകുന്നത്, അല്ലേ? ആര് പുറകോട്ട് പോയി? നമ്മൾ പുറകോട്ട് പോയി. ആ കുറ്റം പോലും നമ്മൾ സമ്മതിക്കാതെ ചുമ്മായിരിക്കുന്ന വാച്ചിനെ ചാരി രക്ഷപ്പെടുന്ന വാക്കാണ് സമയം മുന്നോട്ട് പോയി. ഇത് കൃത്യസമയമാണ്. ഒരുങ്ങി നിൽക്കണം. ഒന്നുകൂടെ പറയുന്നു, പ്രസംഗത്തിൻ്റെ പേര് അന്ത്യകാലം അല്ല, അന്ത്യനാഴിക. ഈ പദം പറഞ്ഞ ആരാന്നറിയാമോ? യോഹന്നാൻ അപ്പോസ്തലനാണ്. കുഞ്ഞുങ്ങളെ, അന്ത്യനാഴിക വരുന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്. അന്ത്യനാഴിക എന്നാണ്. അപ്പോൾ ഒന്നുകൂടെ ആ വിഷയം പറഞ്ഞിട്ട് കയറാമല്ലേ? വിഷയം എന്താണ്? അന്ത്യകാലമല്ല, ഉറക്കപ്പുറ, അന്ത്യനാഴിക. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഒരുങ്ങിയിരിക്കുകയോ കിടക്കുകയൊന്നും ചെയ്യരുത്, പിന്നെ നിൽക്കണം. ഇത്രയൊക്കെ മനസ്സിൽ ചിന്തിച്ചാൽ മതി. ഈ പ്രസംഗം ഇത്രയും മനസ്സിലൊക്കെ ഈ പ്രസംഗം കഴിയുമ്പോഴേക്ക് ഈ 2 കാര്യം ചിന്തിച്ചാൽ മതി. അന്ത്യനാഴികയാണ്, ഒരുങ്ങിയിരിക്കരുത്, ഒരുങ്ങി നിൽക്കണം. ഇത്രയും മനസ്സിൽ കയറിയാൽ മതി. ബാക്കിയൊക്കെ അതിൻ്റെ സംഭവം വരെയാണ്. ഞാൻ 2 കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇത് അന്ത്യനാഴികയാണെന്നുള്ളതിൻ്റെ 1-2 തെളിവ്. ചെറിയ കണക്കൊക്കെയാണ്, എന്നാലും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഒന്നാമത്തെ കാര്യം, ഇത് ദിവസങ്ങളിൽ 7ാമത്തെ ദിവസമാണ്. അതുകൊണ്ട് ഇത് അന്ത്യനാഴികയാണ്. 2, തലമുറകളിൽ ഇത് 7ാമത്തെ തലമുറയാണ് ഇപ്പം. അതുകൊണ്ട് ഇത് അന്ത്യനാഴികയാണ്. ഈ 2 കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞ ശേഷം സമയം ലഭിച്ചാൽ മാത്രം 3ാമതൊരു പോയിന്റും കൂടെ അവതരിപ്പിക്കും. ഇല്ലെങ്കിൽ 2 കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കും. യോഗത്തിൻ്റെ അവസാനം ഗംഭീരമായിട്ട് ഈ സഹോദരന്മാർ മാറി മാറി പാടുന്നുണ്ട്. ഞാൻ യോഗത്തിൻ്റെ ആരംഭത്തിൽ തന്നെ വരുന്ന ഒരാളാണ്. വരുന്നതിൻ്റെ ഉദ്ദേശം അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകൾ കേൾക്കുക എന്നുള്ളതാണ്. അത് കേൾക്കാനാണ് ഞാനിങ്ങനെ സ്റ്റേജിൻ്റെ പുറകിലൊക്കെ ഏറ്റവും പുറകിലൊക്കെ ഇരുന്നാണ് കേൾക്കുന്നത്. ഒരു സുഖത്തിന് ചിലപ്പോഴൊക്കെ മുമ്പിൽ വന്നിരുന്ന് കേൾക്കും. ആ പാട്ടെല്ലാം വളരെ മനോഹരമായിരുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നല്ല കഴിവുള്ള സഹോദരന്മാരാണ്. നമുക്കൊരു കൂട്ടപ്പാട്ടും കൂടെ പാടിച്ചുകൊണ്ടൊന്ന് പിരിയാനായിട്ട് കേട്ടോ. പണ്ടൊക്കെ യോഗം തീരുമ്പം ഒരു പാട്ട് പാടിയാണ് പിരിയുന്നത്. സുതിപ്പിൻ സുതിപ്പിൻ യേശുദേവനെ എന്നുള്ള പാട്ടൊക്കെ പാടിയാണ് പിരിയുന്നത്. ഇപ്പം പിന്നെ നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറയുമ്പോഴേക്കും ആളുകൾ സ്ഥലം വിടും. അതുകൊണ്ട് ഇന്നത്തെ അവസാനത്തെ പാട്ടും കൂടെ കഴിഞ്ഞ് നിങ്ങൾ പോകാവൂ എന്നും കൂടെ ഓർപ്പിച്ച്, സംഗീത ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്നവർ 2ാം വരവുമായിട്ട് ബന്ധപ്പെട്ട് എനിക്കിഷ്ടമുള്ള ഒരുപാട് പാട്ടുണ്ട്. അപ്പോൾ എനിക്കിഷ്ടമാണ് ഇഹത്തിലെ ദുരിതങ്ങൾ തീരാറായി. ഇഷ്ടപ്പെട്ട പാട്ടാണ്. എനിക്കെൻ്റെ യേശുവിനെ കണ്ടാൽ മതി, ഭയങ്കര ഇഷ്ടപ്പെട്ട പാട്ടാണ്. കാന്തനെ കാണുവാൻ ഇഷ്ടപ്പെട്ട പാട്ടാണ്. ഏതെങ്കിലുമൊക്കെ ഒരു പാട്ട് നിങ്ങൾ സെലക്ട് ചെയ്യണം. ഇഹത്തിലെ ദുരിതങ്ങളാണെങ്കിൽ കുറച്ചും കൂടെ ഇന്നത്തെ മെസ്സേജിന് നന്നായിരിക്കും.
എന്നും കൂടെ നിങ്ങളെ ഓർപ്പിച്ചുകൊണ്ട് നമ്മളിലേക്ക് കടക്കുകയാണ്. രണ്ട് കാര്യങ്ങൾ ആദ്യം ചിന്തിക്കുക. ഒന്ന്, ദിവസങ്ങളിൽ എന്താണ്? ഏഴാമത്തെ ദിവസമാണ്. ദിവസങ്ങളിൽ ഏഴാം ദിവസമാണെന്ന് പറഞ്ഞപ്പോൾ എന്തെങ്കിലും മനസ്സിലായോ? ഇന്ന് ഞായറാഴ്ചയാണ്. ഒന്നാം ദിവസമാണെന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? എന്തോ ഏഴാം ദിവസം എന്ന് പറഞ്ഞ്. നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വരാം. എടുക്കൊന്നും വേണമെന്നില്ല, എടുക്കണമെന്നില്ല. വായിക്കുന്ന സഹോദരി മാത്രം. ആരാ വായിക്കുന്നത്? ഓക്കെ. അപ്പോൾ അദ്ദേഹം മാത്രം ഒരുങ്ങിയിരുന്നാൽ മതി, മറ്റുള്ളവരൊക്കെ എങ്ങനെ ശ്രദ്ധിച്ചിരുന്നാൽ മതി. അവിടെ ദൈവം തമ്പുരാൻ ദിവസങ്ങൾ സൃഷ്ടിക്കുന്നത് നമുക്ക് വേദപുസ്തകത്തിൽ കാണാം. എത്ര ദിവസം സൃഷ്ടിക്കുന്നുണ്ട്? 7 ദിവസം. ഏഴാം ദിവസം ദൈവം ഒന്നും സൃഷ്ടിച്ചിട്ടില്ല. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൽ അനന്തരം ദൈവം തൻ്റെ സകല പ്രവൃത്തിയിൽ നിവൃത്തനായിരുന്നു, അതിനെ ശുദ്ധീകരിച്ചു. അതാണ് ശബ്ബത്ത്, അതാണ് വിശ്രാമം, അതാണ് സ്വസ്ഥത എന്ന് പറയും. അപ്പോൾ ഏഴാം ദിവസമാണ് നമ്മൾ ചിന്തിക്കുന്നത്. തൊട്ട് മുൻപിലൊരു ദിവസമുണ്ട്, 6-ാം ദിവസം. അന്ന് ആരെയാ സൃഷ്ടിച്ചത്? 6-ാം ദിവസം ആരെയാ സൃഷ്ടിച്ചത്? നമ്മളെ. മനുഷ്യനെ എന്നൊക്കെ പറയുമ്പം നല്ലതാണെങ്കിലും ആരെ സൃഷ്ടിച്ചു? നമ്മളെ. അപ്പോൾ 6 എന്ന് പറഞ്ഞ സംഖ്യ ആരുടെ സംഖ്യയാണ്? മനുഷ്യൻ്റെ സംഖ്യയാണ്. ഇപ്പോൾ 666 666 അത് ബുദ്ധിയുള്ളവന് മൃഗത്തിൻ്റെ സംഖ്യ ഗണിക്കട്ടെ. അതെത്രയാണ്? 666. എതിർ ക്രിസ്തുവിൻ്റെ നമ്പറാണ്. അതിനെക്കുറിച്ചൊക്കെ ഒത്തിരി ഒരുപാട് തെറ്റായ പഠിപ്പിക്കില്ല. ഞാൻ കുറേ നാൾ മുമ്പ് ഒരു മാസിക വായിച്ചപ്പോൾ അതിനകത്ത് കണ്ടു, എതിർ ക്രിസ്തു വരുന്നത് മൂന്നാറിൽ നിന്നാണ്. അതിൻ്റെ താഴെ കൊടുത്തിരിക്കുകയാണ് 3 6 ചേരുന്ന സ്ഥലമാണ് മൂന്നാർ. അതുകൊണ്ട് പുള്ളി വരുന്നത് എവിടെ നിന്നാണ്? മൂന്നാറിൽ നിന്നാണ്. 3 6 ചേർന്ന സ്ഥലമാണ് ഞങ്ങളുടെ അടുത്തുള്ള മൂവാറ്റുപുഴ. അത് ഈ പുള്ളി കണ്ടിട്ടുമില്ല. ഒരു തടാകം പോലെ നദി ഒഴുകുന്ന മൂന്നാർ പുള്ളി കാണുകയും ചെയ്തു. എന്തോ ചെയ്യാനാന്ന് പറഞ്ഞു. കട്ടപ്പനയിൽ ഒരാൾ യെരുശലേം ദേവാലയം പണിതുകൊണ്ടിരിക്കുകയാണ്. അതിനും ആളുകൾ സംഭാവന അയച്ചു കൊടുക്കുന്നുണ്ട്. യെരുശലേം എന്ന് പറയുന്ന സ്ഥലം ഇടുക്കി ജില്ലയിലല്ല. എന്തെങ്കിലും ചിന്തിക്കാനുള്ള മൂള വേണ്ടേ? അതാ ക്രിസ്തു അവിടെ എന്ന് പറഞ്ഞാൽ ഇറങ്ങി പുറപ്പെടരുത്. ഇതാ ക്രിസ്തു ഇവിടെ പുറപ്പെടരുത്. ഇതെല്ലാം ഈറ്റുനോവിൻ്റെ ആരംഭങ്ങളാണ്. 6 എന്ന സംഖ്യ മനുഷ്യനെ കാണിക്കുന്നതാണ്. 6 ആ എഴുത്തും നമ്മുടെ ഇരിപ്പൊക്കെ ഒരുപോലെ കേട്ടോ. 6 എവിടെ നിന്നാണ് തുടങ്ങുന്നത്? മുകളിൽ നിന്നാണ്. നമ്മളെവിടെ നിന്നാണ് വന്നത്? മേളിൽ നിന്നാണ്. എങ്ങനാ വന്നത്? നേരെ ലംബമായിട്ടാണോ? ഇരിപ്പൊക്കെ കണ്ടാൽ അങ്ങനെ തോന്നുമെങ്കിലും അങ്ങനല്ല വന്നത്. അതാണ്ടത് എങ്ങനെ അടങ്ങി ഒതുങ്ങി മര്യാദയ്ക്ക് ആർച്ച് പോലെ 9 മാസം 9 ദിവസം 9 നാഴിക വിനാഴിക 285 ദിവസങ്ങൾ ഇങ്ങനെ വളരെ മര്യാദരാമന്മാരായിട്ടാണ് നമ്മളെല്ലാവരോടും ജനിച്ചു വീണത്. ഇപ്പോഴത്തെ സ്വഭാവമൊക്കെ പിന്നെ കിടക്കട്ടെ. ആ ഇരിപ്പ് കണ്ടാൽ നമുക്ക് തോന്നുന്നത് ഈ ബിവറേജ് കോർപ്പറേഷൻ മുമ്പിൽ ആളുകൾ നിൽക്കുന്നത് കണ്ടിട്ടുണ്ടോ? എന്ത് മര്യാദരാമന്മാരായിട്ടാണ് നിൽക്കുക. നമ്മളെയൊക്കെ കാണുമ്പോഴേക്കും പ്ലാസ്റ്റിക് ഉരുകുന്ന പോലെ അകത്തോട്ട് വലിഞ്ഞ് യാതൊരു ബഹളവും ശല്യവുമില്ലാതെ എന്ത് ഭംഗിയായിട്ട് ലൈനായിട്ട് നിൽക്കുന്നതെന്നറിയാം. ആ നിപ്പ് കണ്ടപ്പോൾ ഒരു സാഹിത്യകാരൻ അടിക്കുറിപ്പെഴുതി, കൊടുങ്കാറ്റിന് മുൻപുള്ള ശാന്തത. എത്ര മനോഹരമായ അടിക്കുറിപ്പാണ് നോക്കിക്ക്. ശരിയാണ്. എൻ്റെ അമ്മ പറയും, കള്ളുകുടിയന്മാർ കള്ളുകുടിച്ച് കഴിഞ്ഞാൽ കാര്യങ്ങൾ കീഴ്മേൽ മറിയും എന്നാണ് പറയുന്നത്. അത് ശരി. കള്ളു കുടിക്കുന്നതിന് മുമ്പ് തോർത്തുമുണ്ട് തലയിലും ഉടുമുണ്ട് താഴെയും കാണും. കുടിച്ചു കഴിയുമ്പോൾ ഉടുമുണ്ട് തലയിൽ കാണും, തോർത്തുമുണ്ട് നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ താഴെ കാണും. അത്രേ പറയാനുള്ളൂ. അപ്പോൾ വളരെ ശാന്തമായിട്ട് നിൽക്കുകയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ആകപ്പാടെ സംഭവം അറിയാം. നമ്മളങ്ങനെയാണ് ജനിച്ചു വീണത്. ഇങ്ങനെ വന്നിട്ട് എവിടെ തന്നെ പോകണം? ഇവിടെ ജനിച്ചവരല്ല, എവിടെ തന്നെ പോകണം? തിരിച്ചവിടെ തന്നെ പോകണം. അതെങ്ങനെ പോവാനാണ്? പകുതി വഴി എത്തിയപ്പോഴേക്കും ഒരു ബോർഡ് കണ്ടു, അരുത്. എന്താണ് അരുത്? ഈ പഴം പറിച്ച് തിന്നരുത്. എന്നാൽ പിന്നെ മേലോട്ടുള്ള പോക്ക് തൽക്കാലം നിർത്തിവെച്ചു. ഇതെന്താണെന്നൊന്ന് അറിഞ്ഞിട്ടേ മുന്നോട്ടുള്ളൂ. അങ്ങനെയാണ് മനുഷ്യൻ്റെ പ്രത്യേക സ്വഭാവമാണത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഈ അരുത് എന്ന് എപ്പോൾ പറഞ്ഞാലും നമ്മളതിനെ അതിർത്തി ലംഘിച്ചിരിക്കും. അങ്ങനെ ഒരു പ്രത്യേക സ്വഭാവം നമുക്കുണ്ട്. മലയാളിക്ക് പ്രത്യേകിച്ചുണ്ട്. ഇവിടെ തുപ്പരുത് എന്ന് പറഞ്ഞാൽ കാർക്കിച്ച് തുപ്പി വൃത്തികേടാക്കി വെക്കും. പൊതുവഴിയല്ല നടക്കരുത് എന്ന് പറഞ്ഞാൽ അവിടെ എന്തോ നടക്കുന്നുണ്ടല്ലോ എന്ന് ചിന്തിച്ച് പമ്മി ചെല്ലും, പട്ടി ഓടിക്കും, മുണ്ടും മടക്കി തിരിച്ചു പോകും. ചവിട്ടുപടിയിൽ നിൽക്കരുത് എന്ന് പറഞ്ഞാൽ ഏത്തക്കൊല തൂങ്ങി കിടക്കുന്ന പോലെ കിടക്കും. പോസ്റ്റൽ ഇടിക്കുമ്പം സർക്കാരിനെതിരെ കേസും കൊടുക്കും.
പൂ പറിക്കരുത് എന്ന് പറഞ്ഞാൽ 2 എണ്ണം പറിക്കും. ഒരെണ്ണം പോക്കറ്റിലിടും, ഒരെണ്ണം മണത്തുകൊണ്ട് പോകും. അതിൻ്റെ മണം തീരുമ്പം അടുത്തെടുക്കും, അതിൻ്റെ മണം തീർന്നിട്ടുണ്ടാവും, 2 കൂടെ ചവിട്ടിക്കൊണ്ട് പോവുകയും ചെയ്യും. ഒക്കെ പോകട്ടെ. ഇവിടെ മൂത്രമൊഴിക്കരുത് എന്ന ബോർഡ് വായിച്ചോണ്ട് മൂത്രം ഒഴിക്കുന്ന എന്തോരും ആളുകളെയാണ് നമ്മൾ കാണുന്നത്. നമ്മൾ മോശമാണോ? നമ്മൾ പെന്തിക്കോസ്തുകാർ മോശമാണോ? അല്ല. നാട്ടുകാരുടെ കാര്യം പറയുമ്പോൾ നമ്മൾ ചിരിക്കുക, നമ്മുടെ കാര്യം മോശമാണോ? ഞാൻ 10 കൊല്ലമായി പ്രസംഗിക്കാൻ തുടങ്ങിയിട്ട്. ഏത് യോഗത്തിൽ ചെന്നാലും പിറകിൽ ഒറ്റ കസേരയില്ല. വേണേ ഇവിടെ നോക്കിക്കൊന്നു, പിറകിൽ ഒറ്റ കസേരയില്ല, ഒഴിവില്ല. പിന്നെ എവിടാ കസേര കിടക്കുന്നത്? മുൻപിൽ. അതെന്താണോ അങ്ങനെ കിടക്കാൻ കാര്യം? ഈ പാസ്റ്റർമാരാണ്. പാസ്റ്റർമാരെന്ന് പറയും ദയവായി എല്ലാവരും എന്ത് ചെയ്യണം? മുൻപോട്ട് കയറിയിരിക്കണം. അപ്പം നമ്മുടെ ഉള്ളിൽ ആ ടെൻഡൻസി കിടപ്പുണ്ട്, എതിര് ചെയ്യാനൊരു മനസ്സ് കിടപ്പുണ്ട്. ആദാം അങ്ങനെ. അപ്പം അവർ പറയും ഇരുന്നില്ലെങ്കിൽ ഇയാൾ എന്നാ ചെയ്യും? അറിയണമല്ലോ. മുമ്പോട്ട് ഇരുന്നില്ലെങ്കിൽ ഇയാൾ എന്നാ ചെയ്യുമെന്ന് അറിയണമല്ലോ. അതിനാണ് ഈ പിറകെത്തിക്കി കൂടിയിരിക്കുന്നത്. അപ്പം നമ്മൾ ഈ ആളുകൾ മുന്നോട്ടിരിക്കാൻ സൈക്കോളജി അങ്ങനെ വേണം ഇടപെടാൻ. എങ്ങനെ എന്താ പറയണം? ദൈവത്തെ ഓർത്ത് മുൻപിൽ പ്രത്യേക സംവരണം ചെയ്ത കസേരകളാണ്. ആരും മുന്നോട്ട് കയറി അങ്ങനെ പറഞ്ഞു നോക്കിക്കേ, ഒരെണ്ണം പിറകെ കാണൂല. നാളെ നടക്കുകയില്ല. കാരണം നാളെ ഇതിപ്പോൾ ഇന്നത്തെ ഇതറിയുണ്ട്, അടുത്ത കൊല്ലം ഇത് മറന്നു പോകും. അന്നേരം പറഞ്ഞാൽ മതി. നമുക്ക് ഈ എതിര് ചെയ്യാനുള്ള ആഗ്രഹമുണ്ട്. വലിക്കരുത്, കുടിക്കരുത്, അത് ചെയ്യുകയാണ്. ന്യായപ്രമാണ കൽപ്പനകൾ അങ്ങനെയാണ്. വ്യഭിചാരം ചെയ്യരുത്, വിഗ്രഹത്തെ ആരാധിക്കരുത്, കൊല ചെയ്യരുത്, മോഷ്ടിക്കരുത്. കണ്ടോ, എല്ലാ അരുതായ്മകളാണ്. കൽപ്പനയുടെ ലംഘനമാണ് പാപം. ദൈവാധിപത്യത്തെ ചോദ്യം ചെയ്യാനുള്ള പ്രവണതയാണ് പാപം. ദൈവിക പരിമിതിയുടെ ലംഘനമാണ് പാപം. കമർട്ടിയ എന്ന പദത്തിന് 5 അർത്ഥമാണ്. ലക്ഷ്യം തെറ്റുക, ഏറുപിഴയ്ക്കുക, കുറിക്ക് തെറ്റുക, കാൽ വഴുതി വീഴുക, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. അപ്പം അങ്ങനെ 6-ാം ദിവസം ആ പാപമൊക്കെ ചെയ്തു. മേലോട്ട് പോകാൻ പറ്റിയില്ല, ഗതി മുട്ടി. ഗതി മാറി ഒഴുകുന്ന പുഴ പോലെ ഇങ്ങനെ വന്ന് മേലോട്ട് വന്ന് ഇടയ്ക്കിങ്ങനെ വളഞ്ഞുകുത്തി നിൽക്കുന്ന ചിത്രമാണ് 6. അതാണ് തൊട്ടടുത്ത സംഖ്യയിൽ 7-ൽ കർത്താവ് വന്ന് നമ്മുടെ വളവ് നിവർത്താനാണ് യേശു വന്നത്. ഇവിടെ ചില കാര്യങ്ങൾ ഒരു ചിന്തകളായിട്ട് കുറിക്കാം. ഈ വേദപുസ്തകത്തിൽ തെറ്റുകൾ കണ്ടുപിടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർ ചോദിക്കുന്ന ഒരു ചോദ്യം, സൃഷ്ടിയുടെ മണിമകുടമാണ് മനുഷ്യൻ. ബുദ്ധി, ചിന്ത, വികാരം, ഇച്ഛ, ചിരിപ്പിക്കുവാനുള്ള കഴിവ്, ചിരിക്കുവാനുള്ള സ്വതസിദ്ധമായ ശൈലി, ഇതൊന്നും മൃഗങ്ങൾക്കില്ല. ആർക്കേ ഉള്ളൂ? മനുഷ്യർക്കേ ഉള്ളൂ. സത്യമാണ്. നമ്മൾ എന്നാ പറഞ്ഞിട്ടും ഒരാൾ ചിരിക്കുന്നില്ലെങ്കിൽ ആ ആളുടെ മുഖവും മൃഗത്തിൻ്റെ മുഖവും ഒരുപോലെ ഇരിക്കുമെന്നാണ് ആളുകൾ പറയുന്നത്. സംശയം ഉണ്ടെങ്കിൽ സെൽഫി എടുത്തുകൊണ്ട് പോയി വീട്ടിൽ ചെന്ന് പട്ടിയും പൂച്ചയുണ്ടെങ്കിൽ ഒത്തു നോക്കിക്കോ, അപ്പോൾ നാളെ നേരം വിളിച്ച് പറഞ്ഞാൽ മതി. ഏതാണ്ടൊക്കെ ഒരുപോലെ ഇരിക്കുമെന്നായി പറയുന്നു. മനുഷ്യൻ വികാരജീവിയാണ്. യേശു ഒരു മാവിട്ട് കരഞ്ഞിട്ടില്ലേ? ചിരിക്കേണ്ടപ്പം ചിരിക്കണം, കരയേണ്ടപ്പം കരയണം, തിരിച്ച് ചെയ്യാതിരുന്നാൽ മാത്രം മതി. അപ്പോൾ ആളുകൾ ചോദിക്കുന്നൊരു ചോദ്യം, ഈ 1-ാം ദിവസം ഇത്ര പ്രാധാന്യമുള്ള മനുഷ്യനെ, സൃഷ്ടിയുടെ മണിമകുടമായ മനുഷ്യനെ, തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച മനുഷ്യനെ എന്തുകൊണ്ട് ദൈവം 1-ാം ദിവസം സൃഷ്ടിച്ചില്ല? ഒരു പ്രയോറിറ്റി കൊടുത്തില്ല, മുൻഗണന കൊടുത്തില്ല. എല്ലാം കഴിഞ്ഞാണോ ആദാമിനെ സൃഷ്ടിക്കുന്നത്? അപ്പോൾ ഞാൻ എൻ്റെ ചെറുപ്പകാലത്തൊക്കെ IPCയിലുള്ള ഒരു ഉപദേശിയുടെ പുറകെ നടന്നാണ് ഈ ഉപദേശി പണിയൊക്കെ പഠിച്ചത്. അതിനൊരു ഗുണമേ ഉള്ളെന്ന് ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട്. നിങ്ങളൊരു കാര്യം പ്രത്യേകം ഓർക്കണം. ഞാനും ഒരു ബൈബിൾ കോളേജ് നടത്തുന്നുണ്ട്. 2 ബാച്ച് കഴിഞ്ഞു, 3-ാമത്തെ ബാച്ച് ആരംഭിച്ചു. ആദ്യത്തെ ബാച്ചിൽ 80 പേരും കഴിഞ്ഞ ജനുവരി 29-ന് 130 പേരും ഗ്രാജുവേറ്റ് ചെയ്തു. ഈ മെയ് 4-ന് ആരംഭിക്കുന്ന കോളേജിൽ 150 പേരാണ് ക്ലാസ്സിൽ എത്തിച്ചേരുന്നത്. സൗജന്യമാണ്. പഠനവും ആഹാരവും വിദ്യാഭ്യാസമൊക്കെ സൗജന്യമാണ്. അപ്പോൾ ഞങ്ങളവിടെ CTH-ഉം BTH-ഉം MD-യും ഒക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ പണ്ടത്തെ ഉപദേശിമാർ പറയുന്നില്ല, ഈ BTH-ഉം BD-യും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും തീപ്പെട്ടി വേണ്ടേ? അത് കിട്ടണമെങ്കിൽ ഉപദേശിമാരെ പുറകെ നടക്കണം. ഉപദേശിമാരെ പുറകെ നടന്നാണ് ഉപദേശി പണി പഠിക്കേണ്ടത്. ഈ കിളിയായി നടന്ന് ഡ്രൈവറായാൽ വണ്ടി വഴി കിടക്കുകയില്ല. ആ വണ്ടി കേടായാൽ അത് ബോണറ്റ് പൊക്കി ഏതെങ്കിലുമൊക്കെ വയറ് തമ്മിൽ കൂട്ടി പിടിച്ച് പത്രക്കാരെ വിളിച്ച് അവർ വിളിച്ച് തള്ളി സ്റ്റാർട്ടാക്കി അവൻ വണ്ടി എടുത്തുകൊണ്ട് പോയിരിക്കും. ഡ്രൈവിംഗ് സ്കൂളിൽ പോയി ഡ്രൈവിംഗ് പഠിച്ചാൽ വണ്ടി കേടായാൽ അവിടെ കിടക്കും. എന്താ കാര്യം? ബോണറ്റ് പൊക്കുന്ന സ്വിച്ച് പോലും എവിടെയാന്ന്
അറിയാൻ മേല, ഈ സാധനമേ കയ്യിലുണ്ടായിരുന്നുള്ളൂ. ക്ലച്ചും ബ്രേക്കൊക്കെ അവൻ്റെ കാലയിലായിരുന്നു. അപ്പോൾ ഉപദേശിപ്പണി പഠിക്കണമെങ്കിൽ ആരുടെ പുറകെ തന്നെ നടക്കണം? ഉപദേശിമാരുടെ പുറകെ നടക്കണം. അപ്പം ഞാനെൻ്റെ ഉപദേശിയോട് ചോദിച്ചു, ഉപദേശി ഈ 1-ാം ദിവസം ആദാമിനെ സൃഷ്ടിക്കാതെ 6-ാം ദിവസം സൃഷ്ടിച്ചെന്തിനാണ്? ഒരു പ്രയോറിറ്റി കൊടുക്കണ്ടായിരുന്നോ? ഉപദേശിയുടെ മറുപടികളൊക്കെ ഈ പണ്ടത്തെ ഉപദേശിമാരുടെ കയ്യിലൊക്കെ നല്ല കിടുക്കാച്ചി മറുപടികളുണ്ട്. നമ്മൾ 1 മണിക്കൂർ പ്രസംഗിക്കുന്ന സാധനം അവർ ഒറ്റ ഉദാഹരണം കൊണ്ട് തകർത്ത് വാരിക്കളയും ചിലപ്പം. ഞാൻ പറയുന്ന പല ഉദാഹരണങ്ങളും പണ്ടത്തെ ഞങ്ങളുടെ ഉപദേശിമാരുടെ ഉദാഹരണങ്ങളാണ്. അപ്പം അദ്ദേഹം പറയാ, ജോയിസോരാ, ഈ ഞാൻ ചോദിച്ചു 7-ാം ദിവസം എന്താ ഒന്നും ഉണ്ടാക്കാതിരുന്നത്? അപ്പം അദ്ദേഹം പറയുക, 6-ാം ദിവസം ആദാമിനെ ഉണ്ടാക്കിയതോടുകൂടി ദൈവത്തിന് മതിയായി, മേലാൽ ഞാനിനി ഒന്നും ഉണ്ടാക്കുന്നില്ലെന്ന് തീരുമാനം. ഞാൻ പറഞ്ഞു, അപ്പോൾ 1-ാം ദിവസം ഉണ്ടാക്കിക്കൂടായിരുന്നു? ഭയങ്കര ചിരി. ഞാൻ ചിരിക്കാതെ വിരം പറയാം. സഹോദര, ഈ മനുഷ്യൻ പൊങ്ങച്ചത്തിന് PhD എടുത്തവനാണ്. ഭയങ്കര തള്ളും ചിലപ്പോൾ ആൾക്കാർ. ഇപ്പോൾ പിള്ളേരുടെ ട്രെൻഡാണ്, ഭാഷയാണ് എന്തോന്ന് തള്ളുക, തേച്ച് ഭിത്തിയിൽ ഒട്ടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അവരുടെ ഭാഷയാണ്. ഞാനിതാണ്ട് ഇന്നാളൊരു മീറ്റിംഗ് ചെന്നപ്പോൾ 368 പേരുടെ ഒരു ഓഡിറ്റോറിയം, സീറ്റിംഗ് കപ്പാസിറ്റി 368 പേര്, ഒരു 200-250 പേരുണ്ടായിരുന്നു യോഗത്തിന്. യോഗമെല്ലാം കഴിഞ്ഞു. പിറ്റത്തെ മാസത്തെ മാസികയിൽ അവർ റിപ്പോർട്ട് ചെയ്യാൻ വായിച്ചപ്പോൾ എഴുതിയിരിക്കുക, 1000കണക്കിന് ആളുകൾ പങ്കെടുത്തു. അപ്പോൾ ഞാൻ ആ പാസ്റ്റർ ചുമ്മാ വിളിച്ചോ, പാസ്റ്റർ യോഗമൊക്കെ അനുഗ്രഹമായിരുന്നു, ഒരുപാട് ആളുണ്ടായിരുന്നു. ഒരു 100-200 പേര്. ഞാൻ പറഞ്ഞു, മാസികയിൽ 1000കണക്കിന് എല്ലാ ദിവസത്തെയും കൂടി എഴുതുകയാണോ? അപ്പോൾ പറയും, അല്ല പാസ്റ്റർ, കിടക്കട്ടെ, വായിക്കുന്ന കർത്താവിനല്ലേ മഹത്വമെന്ന്. തള്ളു കണ്ടോ? നമ്മുടെ പിള്ളേർ പറയുന്ന പോലെ പുട്ടു തിന്നാൽ തള്ളും, പക്ഷേ ചിലരുടെ തള്ളു കണ്ടാൽ പുറ്റുംകുട്ടി, പിന്നെ ഈ പുട്ടുംകുട്ടി കടിച്ചു പറിച്ച് തിന്നാണ് ഒരു സംശയം വരുന്നത് നമുക്ക്. ഈ യോഗത്തിൽ എത്ര പേരുണ്ട്? ഏകദേശമൊക്കെ അറിയാവുന്ന കാര്യമാണ്. വെറുതെ കുറേ എണ്ണം കൂട്ടി പറഞ്ഞിട്ട് എന്താ കാര്യം? അപ്പം ഞാൻ പറഞ്ഞു, പാസ് ചെയ്ത് ഇതിൻ്റെ ഉത്തരം പറ. സഹോദരാ, മനുഷ്യൻ ഭയങ്കര പൊങ്ങച്ചക്കാരനാണ്. 1-ാം ദിവസം എങ്ങാനും ആദാമിനെ സൃഷ്ടിച്ചിരുന്നെങ്കിൽ ദൈവത്തിൻ്റെ കാര്യം കട്ടപ്പോക. എന്താണ് ആദാം പറഞ്ഞുകൊണ്ട് നടന്നേനെ? 1-ാം ദിവസം എന്നെ സൃഷ്ടിച്ചു, 2-ാം ദിവസം മുതൽ 7-ാം ദിവസം വരെ ഈ കാണുന്നതെല്ലാം ഞാനും അങ്ങേരും കൂടെ ഉണ്ടാക്കിയത്. ഈ ഗതികേട് ദൈവത്തിന് വരാതിരിക്കാനാണ് എല്ലാം സൃഷ്ടിച്ചു കഴിഞ്ഞ് അവനെ ഉണ്ടാക്കിയത്. നോ കോംപ്രമൈസ്. തൻ്റെ സ്തുതിയും തൻ്റെ മഹത്വവും അവനാർക്കും വിട്ടുകൊടുക്കുന്ന ദൈവമല്ല. ഇതെല്ലാം ഉപദേശിയുടെ ചിന്തകളിൽ ഇത് ചിന്തിടാമെങ്കിലും ദൈവശാസ്ത്ര വിഷയം അതല്ല. എന്തുകൊണ്ടാണ് കർത്താവേ നീ ആദാമിനെ 6-ാം ദിവസം സൃഷ്ടിച്ചത്? ഉത്തരം, നമ്മൾ ജനിക്കുന്ന പോലല്ല ആദാം ജനിച്ചത്. നമുക്കൊരു കുഞ്ഞ് ജനിച്ചു, ദൃഷ്ടി പതിപ്പിച്ചോന്ന് നോക്കുന്നു, കമിണ്ണ് വീഴുന്നു, മുട്ടയിലിഴഞ്ഞു നിൽക്കുന്നു, പിടിച്ചു നടക്കുന്നു, വീഴുന്നു, മുല്ലപ്പൂ പോലെയുള്ള പല്ല് വരുന്നു, അങ്ങനെ ഘട്ടമായതിന് നമ്മൾ പറയുന്ന പേരാണ് കൈ വളരുന്നു, കാൽ വളരുന്നു എന്നൊക്കെ പറഞ്ഞെങ്ങനെ നമ്മൾ ചിന്തിക്കുന്നത്. ആദാം അങ്ങനല്ല. ഈ പുള്ളി ജനിക്കുമ്പോഴേ പശുക്കുട്ടി ജനിച്ചതുപോലെ അതിൻ്റെ സെക്കൻഡ് ഉണക്ക് വിളി ചാടി എന്നിട്ട് ഇങ്ങനെ നല്ല ആരോഗ്യകാത്തനായ മനുഷ്യനല്ലയോ? നമ്മുടെ പിള്ളേർ പോലും നമ്മോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ നമ്മളെ കൊണ്ട് പറ്റുമോ? ഈ കൊച്ചു പിള്ളേർക്ക് പോലും ഫോൺ വേണം. അവരേത് ഫോണാണ് ചോദിക്കുന്നത്? ഏത് ഫോണാണ് അവർ ചോദിക്കുന്നത്? ഐഫോൺ എങ്കിൽ ആപ്പിൾ അല്ലേ? ആപ്പിളൊക്കെയാണ്. നമ്മുടെ കയ്യിൽ ഏതാ ഇരിക്കുന്നത്? എൻ്റെ കയ്യിലൊക്കെ പേരക്കയാണ് ഇരിക്കുന്നത്. പേരക്ക. പിള്ളേർക്ക് ഇപ്പോൾ ഏതാ വേണ്ടത്? ആപ്പിളാണ്. ആപ്പിളിൻ്റെ പടം പോലും കണ്ട് ഒരു വർഷം കടിച്ചതാ. കടിക്കാത്ത 2 കിലോ ആപ്പിൾ മേടിച്ചു കൊടുത്താലും പിള്ളേർക്ക് വേണ്ട, കടിച്ച ആ ആപ്പിള് മതി. എത്ര രൂപ? 80,000, 1 ലക്ഷം ഒക്കെയാണ്. 1 ലക്ഷം എന്താന്ന് പോലും അവൻ അറിയാൻ മേല, അവൻ കണ്ടിട്ടില്ല. അപ്പം കൊച്ചു പിള്ളേർ പോലും ചോദിക്കുന്ന വലിയ സംഭവങ്ങളാണ്. അപ്പം പിന്നെ ആദാമെങ്ങാനും ചോദിച്ചാൽ ദൈവം തമ്പുരാൻ എന്തോ ചെയ്യും? ദൈവം ആദാം ചോദിക്കുകയാണ്, ഈ ആനയും പട്ടിയും കുതിരയും കോഴിയൊക്കെ ആണോ ഞാൻ ജീവിക്കേണ്ടത്? എനിക്ക് ജീവിതം പങ്കിടാനുള്ള സ്ത്രീ എവിടെ? ഞാൻ എവിടെയാണ് ജീവിക്കേണ്ടത്? ആരുടെ കൂടെയാണ് ജീവിക്കേണ്ടതെന്നൊക്കെ ചോദിച്ചാൽ ഉത്തരം പറയണ്ടേ? അതുകൊണ്ട് അതിൻ്റെ ദൈവശാസ്ത്രപരമായ വിഷയം എന്നാണെന്നറിയാമോ? ആദാമേ, നീ ജനിക്കുന്നതിന് മുമ്പ് തന്നെ നിനക്ക് തിന്നാനും കുടിക്കാനും ജീവിക്കാനും ജീവിതം പങ്കിടാനുമുള്ള എല്ലാം ദൈവം സൃഷ്ടിച്ച് വെച്ചതിന് ശേഷം വിപണിയിൽ വിൽപ്പനയ്ക്ക് വെക്കാതെ, ഒരാളോടും അത് പറയാതെ
പാക്കേജ് ചെയ്ത് വെച്ച ശേഷമാണ് താങ്കൾക്കൊരു ജന്മം ദൈവം ലോകത്തിൽ തന്നത്. ഇന്ന് രാത്രിയിൽ വചനം കേൾക്കുന്ന ബഹുമാന്യ ശ്രോതാക്കളെ, താങ്കൾ എവിടെ ജനിക്കണമെന്നും ഏതൊക്കെ അംഗൻവാടി മുതൽ ഉന്നത വിദ്യാഭ്യാസം വരെ ഏതൊക്കെ രാജ്യങ്ങളിൽ ചെയ്യണമെന്നും ആരെ വിവാഹം കഴിക്കണമെന്നും എത്ര കുഞ്ഞുങ്ങൾക്ക് മാതാപിതാക്കളായിരിക്കണമെന്നും എവിടെയൊക്കെ അധ്വാനിച്ച ഒടുവിൽ മെഴുകുതിരി പോലെ എവിടെ എരിഞ്ഞടങ്ങണമെന്നും തമ്പുരാൻ തീരുമാനിച്ചു വെച്ച ശേഷമാണ് ഇവിടെ ഒരു ജന്മം തന്നത് എന്ന് പറയുമ്പോൾ ആ ദൈവത്തെ വിശ്വസിക്കാൻ, ആ ദൈവത്തിന് വേണ്ടി മുന്നോട്ട് വരാൻ, ആ ദൈവത്തെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കാൻ, വിശ്വാസത്തിന്റെ സ്നാനമേൽക്കാൻ, അവന് വേണ്ടി വേർപെടാൻ, നേരെ നിൽക്കാൻ ആരെയാണ് നമ്മളിനി ഭയപ്പെടുന്നത്? അവൻ നിങ്ങൾക്കായി കരുതുന്നവനാകൊണ്ട് ആകയാൽ നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും അവന്റെ മേലിട്ടുകൊള്ളുവീൻ. ഞങ്ങളൊക്കെ ഈ ആരംഭത്തിൽ ഈ പെന്തക്കോസ്തിലേക്കൊക്കെ വരുമ്പം ഇന്ന് കാണുന്ന സംവിധാനങ്ങളൊന്നുമില്ല കേട്ടോ. 2.25 സെന്റിനകത്ത് 4 നെറ്റ് കെട്ടിപ്പൊക്കിയ സഭാഹാളും ഇറച്ചിക്കടയ്ക്ക് സമാനമായ ഹാൾ. ഞങ്ങളെൻ്റെ പള്ളിയിൽ പോലും പറയാറില്ല, സഭാഹാളെന്നല്ലേ പറയുന്നത്. പള്ളിയുടെ കുരിശുപള്ളിയുടെ നമ്മുടെ 25 പള്ളി ചേർന്നാലാണ് മറ്റുള്ളൊരു പള്ളിയുടെ വലിപ്പം ഉണ്ടാവുകയുള്ളൂ. കൈകൾ കൊണ്ട് മെഴുകിയെടുത്ത ചാണകത്തറയും കൈകൾ കൊണ്ട് മെടഞ്ഞെടുത്ത തഴപ്പായും ഒരു വശം പൊട്ടിയ ഒരു തമ്പേറും അതൊക്കെ അടിക്കുമ്പം ആ രാഗം പോലും നശിപ്പിക്കരുതേ എന്ന രാഗത്തിലാണ് പുറത്തു വരുന്നത്. അങ്ങനത്തെ സഭാഹാളിനകത്തൊക്കെ ഇരുന്ന് എൻ്റെ പൊന്നച്ച 1300 വീട്ടുകാരൊക്കെയുള്ള പള്ളിയിൽ നിന്നൊക്കെ ഞാൻ ഇറങ്ങി തിരിച്ച് അങ്ങനെ വന്ന് ഈ ചെറിയ കൂടാരത്തിലേക്കൊക്കെ ചേക്കേറിയപ്പോൾ നാട്ടുകാർ പറഞ്ഞു ഇവനൊക്കെ വട്ടാണെന്നാണ് പറഞ്ഞത്. ആദ്യത്തെ ചോദ്യം എവിടെ മരിച്ചാൽ കുഴിച്ചിടുമെന്നൊക്കെയാണ് ചോദിച്ചത്. യാഥാർത്ഥ്യങ്ങളാണ് കേട്ടോ ഇതൊക്കെ. പഴമയിൽ നിന്നും പതിറ്റാണ്ടുകൾ കൊണ്ട് നടന്നു കയറിയ 30, 40, 50 വർഷം പഴക്കമുള്ള ദൈവമക്കൾക്കറിയാം അന്ന് ഞങ്ങൾ പാടിയ പാട്ടിൻ്റെ വരികൾ എങ്ങനെയായിരുന്നു. ആഴിയെന്നോർത്തില്ല, ആഴം ആരാഞ്ഞില്ല, അലകൾക്ക് തെല്ലും ഭയപ്പെട്ടിട്ടില്ല. അന്നും ഭയപ്പെട്ടിട്ടില്ല, ഇന്നും ഞങ്ങൾ ഭയപ്പെട്ടിട്ടില്ല. കരുതുന്ന കരുത്തനായൊരു ദൈവത്തെ കരത്തിൽ പിടിച്ചാണ് യാത്ര ചെയ്തതെന്ന് പതിറ്റാണ്ടുകൾ നീളുന്ന ക്രിസ്തീയ അനുഭവങ്ങൾ ചാലിച്ച് ചങ്കിനകത്ത് ഓർമ്മച്ചപ്പിൽ കുറിച്ചവരുണ്ടെങ്കിൽ കരമൊന്ന് ഉയർത്തിക്കൊണ്ടോ കരമടിച്ചുകൊണ്ടോ പറയണം, കരുതുന്നൊരു ദൈവത്തെ എനിക്ക് ആശ്രയിപ്പാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയോ. ആദാമേ, നീ ജനിക്കുമ്പോൾ തന്നെ നിനക്ക് വേണ്ടി ഹവ്വായെ കരുതുവാൻ ദൈവം ശക്തനാണ്. പെസഹ കുഞ്ഞാട് അറുക്കപ്പെടുന്ന എപ്പോഴാണെന്നറിയാമോ? 10-ാം തീയതി ആടിനെ പിടിക്കണം, 14-ാം തീയതി സന്ധ്യാസമയത്ത് അറുക്കണം. 4 ദിവസം മുൻപ് പെസഹ കുഞ്ഞാടിനെ കരുതുവാൻ ദൈവം ശക്തനാണ്. അബ്രഹാമിന്റെ മകൻ ഇസഹാക്കിന് വേണ്ടി കോലാട്ടുകൊറ്റനെ മോറിയ മലയിൽ കുരലറുക്കപ്പെടുമ്പോൾ ഞാൻ വായിച്ച പുസ്തകത്തിൽ ഇങ്ങനെയാ കൊടുത്തിരിക്കുന്നത്, ഒരു കോലാട്ടുകൊറ്റന്റെ കൊമ്പ് കാട്ടിൽ കുരുങ്ങണമെങ്കിൽ 15 വർഷം പഴക്കം ചെല്ലണം. ഇസഹാക്കിന് അതിനേക്കാൾ ഏകദേശം 1 വർഷമെങ്കിലും കുറവായിരിക്കണം. അങ്ങനെയെങ്കിൽ അബ്രഹാമിന്റെ കൂടാരത്തിൽ ഇസഹാക്ക് ജനിക്കുന്നതിന് 1 കൊല്ലം മുൻപ് അവന് വേണ്ടി കുരൽ അറക്കപ്പെടുവാനുള്ള കോലാട്ടുകൊട്ടിന് മലയുടെ മറുവശത്ത് ജന്മം നൽകിയവനാണ് എൻ്റെ ദൈവം. ഏലിയാവേ, നീ കരീത്ത് തൊട്ടിൽ വന്നിരിക്കുമ്പോൾ കാക്ക വന്നത് ഓർക്കുകയുണ്ടോ? കാക്ക വന്നത് ഏത് കാക്കയാ? ഒരു കാക്ക വന്ന് അപ്പം ഇറച്ചിയും കൊടുത്തു, രാവിലെയും വൈകുന്നേരവും. ഉച്ചയ്ക്ക് വന്നിട്ടില്ല. രാവിലെയും വൈകുന്നേരവും കാക്ക കൊണ്ട് കൊടുത്താൽ തിന്നാനുള്ള വകയുണ്ടോ? ഇത്രയും നല്ല അരോഗതൃഗാത്രനായ മനുഷ്യന് ആലംകോടിൽ കൂടെ പോകുന്ന, ആറ്റിങ്ങിൽ കൂടെ പോകുന്ന കാക്കയല്ല ഈ കാക്ക. അതൊക്കെ നമ്മളെ ഈ അപ്പസാനിൽ തട്ടിപ്പറിച്ചുകൊണ്ട് പോകുന്നതാണ്. ഞാൻ വായിച്ച പുസ്തകം ശരിയെങ്കിൽ ഇങ്ങനെ പറയാം, നൈജീരിയയിൽ നിന്നാണ് ആ കാക്ക വന്നത്. റാവേൽ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട കാക്ക. പ്രത്യേകത, 3 മീറ്റർ നീളമുണ്ട് അതിൻ്റെ ചുണ്ടിന്. 10 കിലോ ഭാരം ചുമന്നുകൊണ്ട് പറക്കാൻ അതിന് പറ്റും. ഈ സാധനത്തെ എപ്പോഴാണ് ഉണ്ടാക്കിയത്? ആകാശത്തിൽ പക്ഷികളെ ദൈവം ഉണ്ടാക്കിയത് ഏലിയാവിനെ 750 കൊല്ലം മുൻപാണ്.
ഏലിയാവേ, നീ കെരീത്ത് തോട്ടിൽ വന്നിരിക്കുന്നതിന് 750 കൊല്ലം മുൻപ് നിനക്ക് ഭക്ഷണം തരേണ്ടതിന് പ്രത്യേക കാറ്റഗറിയിൽപ്പെട്ട കാക്കയെ സൃഷ്ടിക്കുവാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ ഇന്ന് രാത്രി ഇവിടെ ഇരുന്ന് ആരാധിക്കുന്ന താങ്കൾക്ക് വേണ്ടി 2000 കൊല്ലങ്ങൾക്ക് മുൻപ് യേശുക്രിസ്തുവിനെ ക്രൂശിൽ തരാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ ഇന്ന് കരുതാൻ, 4 ദിവസം മുൻപ് കരുതാൻ, 1 കൊല്ലം മുൻപ് കരുതാൻ, 750 കൊല്ലം മുൻപ് കരുതാൻ, 2026 കൊല്ലം മുൻപ് കരുതാൻ കഴിയുന്നൊരു ദൈവമുണ്ടെങ്കിൽ ഒരിക്കൽ കൂടെ പറയുന്നു, ആ ദൈവത്തെ വിശ്വസിക്കുവാൻ. ഒരു മനുഷ്യന്റെ ആവശ്യം ആരംഭിക്കുന്ന എപ്പോഴാണ്? അമ്മിഞ്ഞപ്പാൽ കുടിച്ചുകൊണ്ടാണ്. ഒരു മനുഷ്യന്റെ അവസാനത്തെ ആവശ്യം എന്താണ്? ശവപ്പെട്ടിയാണ്. അത്രയൊക്കെയല്ലേ മതിയോ? ചിലക്കൊക്കെ ശവപ്പെട്ടിക്കകത്ത് അടക്കി കഴിഞ്ഞും അടിയന്തരമായി എന്തൊക്കെയോ ആവശ്യമുണ്ടെന്ന് തോന്നിയിട്ട് പലതും ചെയ്യാറുണ്ട്. പക്ഷെ അതൊന്നും വേദപുസ്തകത്തിൽ 10 പൈസയ്ക്ക് ഗുണമുള്ള കാര്യങ്ങളല്ല. താണ്ടെ ഒരു പുള്ളി യാതന സ്ഥലത്ത് പോയി കിടക്കുക, അടുത്ത പുള്ളി അബ്രഹാമിൻ്റെ മടിയിലും. ഇവൻ ചെയ്ത 7 നല്ല കാര്യം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മേലോട്ട് നോക്കി, നല്ല കാര്യമല്ലേ? അബ്രഹാമിനെ മനസ്സിലായി, നല്ല കാര്യമല്ലേ? തൻ്റെ പടിപ്പുറയ്ക്കൽ കിടന്ന ലാസറിനെ മനസ്സിലായി, അത് അതിലും നല്ല കാര്യമല്ലേ? ഭൂമിയിലുള്ള സഹോദരന്മാരെ കുറിച്ചൊരു ആത്മഭാരമുണ്ടായി, നല്ല കാര്യമല്ലേ? ദാഹമുണ്ടായി, നല്ല കാര്യമല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സംസർഗത്തിന് വേണ്ടി, കൂട്ടായ്മയ്ക്ക് വേണ്ടി ആഗ്രഹിച്ചു, നല്ല കാര്യമല്ലേ? പ്രാർത്ഥിച്ചു, നല്ല കാര്യമല്ലേ? ചെയ്ത 7 കാര്യവും നല്ല കാര്യമാണെങ്കിലും മരണശേഷം 7 അല്ല 700 കാര്യം ചെയ്താലും ഒരു പ്രയോജനവുമില്ല പ്രിയപ്പെട്ടവരെ. വളരെ കൃത്യമായി പറയും, ഇവിടുന്ന് അങ്ങോട്ട് വരാനും അവിടുന്ന് ഇങ്ങോട്ട് വരാനും പറ്റത്തില്ല. അതുകൊണ്ട് മേലോട്ട് നോക്കണമെങ്കിൽ ഇന്ന് രാത്രി നോക്കണം, ദാഹിക്കണമെങ്കിൽ ഇന്ന് രാത്രി ദാഹിച്ചു കൊള്ളണം, തിരിച്ചറിവുകൾ ഉണ്ടാകണമെങ്കിൽ ഇന്ന് രാത്രി തിരിച്ചറിയണം, ആത്മഭാരം ഉണ്ടാകണമെങ്കിൽ ഇന്ന് രാത്രി ആത്മഭാരം ഉണ്ടാകണം. ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം, ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം. മനുഷ്യന്റെ ആവശ്യം ആരംഭിക്കുന്നപ്പോഴ അമ്മിഞ്ഞപ്പാൽ കുടിച്ചുകൊണ്ട്. അവസാനത്തെ ആവശ്യം ഒരു ശവപ്പെട്ടിയാണ്. നമ്മുടെ ഭാഷയിൽ A to Z എന്ന് പറയും. ഒരു കുഞ്ഞ് ജനിച്ചപ്പം ദൈവം പറയാണ്, ഇതിൻ്റെ ചെലവ് ഞാൻ കൊടുത്തോളാം. എന്താ കാര്യം? അവനെ കണ്ടപ്പോഴേ മനസ്സിലായി, ശിശു ദിവ്യസുന്ദരൻ. ഇവൻ ഫറവോന്റെ പുത്രിയുടെ മകനെന്ന് വിളിക്കപ്പെടുന്ന നിരസിക്കും. ഇവൻ പാളയത്തിന് പുറത്തേക്ക് നിന്ന് ചുമന്നുകൊണ്ട് വരും. ഇവൻ മിസ്രയീമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന് നിന്ന വലിയ ധനമെന്ന് എണ്ണും എന്ന് മോശയെക്കുറിച്ച് ദൈവം കണ്ടപ്പം ദൈവം ഉത്തരവിട്ടു, മുലപ്പാലിൻ്റെ പണം മുതൽ അടക്കുന്ന പെട്ടിയുടെ കാശ് വരെ സ്വർഗം പേയ്മെന്റ് ചെയ്യും. സ്തോത്രം. കർത്താവിൻ്റെ വേലക്കാരെ, ദൈവമക്കളെ, നമ്മളിതൊക്കെ തിരിച്ചറിയണ്ടേ? ഞാൻ എപ്പോഴും ഈയിടെ എല്ലാ പ്രസംഗത്തിലും പറയുന്ന കാര്യമാണ്, എന്നെ പറയാതിരിക്കാൻ ഒക്കാത്തതുകൊണ്ട് അങ്ങ് പറയുന്നതാണ്. ചിലപ്പോൾ ആവർത്തന വിരസത കണ്ടേക്കാൻ. ചിലപ്പം ദൈവദാസന്മാരെയൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ശ്രദ്ധിച്ചില്ല. കരുതുന്ന ദൈവത്തിൻ്റെ ആ സംഭവം അറിയാൻ നിങ്ങളെൻ്റെ പിറകിരിക്കുന്ന ദൈവദാസൻ വരെ നോക്കിക്ക്. എന്നാ മുഖതേജസ്! ഇരിക്കുന്ന ഇരിപ്പ് കണ്ടാൽ ഒരു 5 ലക്ഷം രൂപ ശമ്പളം മേടിക്കുന്നവരെ പോലെ ആയിരിക്കുന്നത്. 10 പൈസ കാണുകയില്ല. വരുന്ന വരവൊക്കെ കണ്ടാൽ നെറ്റിപ്പട്ടം കിട്ടിയ കൊമ്പനാന ഊരപ്പുറത്തേക്ക് വരുന്ന പോലെയാണ് വരുന്നത്. എന്നെ തലയെടുപ്പോടുകൂടിയാണ് വരുന്നത്. അങ്ങനെയല്ലേ? എന്നാ ഇരിപ്പ! സത്യം പറഞ്ഞാൽ നമുക്ക് വല്ലതും ഉണ്ടായിട്ടാണ്. ഉള്ളവരുണ്ട് കേട്ടോ, ഇല്ലയെന്ന് പറയുന്നില്ല. ഞാൻ കല്യാണം കഴിച്ചത് TPM നിന്നാണ്. അപ്പോൾ അവിടെ എപ്പോഴും ഈ വെള്ള വസ്ത്രമൊക്കെ ധരിച്ചാണ് നടക്കത്തുള്ളൂ. നല്ല കാര്യമാണ് കേട്ടോ, അല്ലാണ്ട് അവരെ കുറ്റം പറയുകയല്ല, പരമാവധി അങ്ങനെ വേണമെന്ന് പറയുന്ന ആളാണ്. പക്ഷേ എൻ്റെ ഭാര്യയുടെ വീട്ടുകാർക്ക് TPM എന്നെ യാക്കോവാന്നും വല്ലപ്പെടുത്തില്ല. ഞാൻ കല്യാണം കഴിച്ച 3 അളിയന്മാരാണ്. കല്യാണപ്പന്തൽ അഴിച്ചിട്ടില്ല. 4-ാം ദിവസം വീട്ടിൽ ചെന്നപ്പോൾ മൂത്ത അളിയൻ എന്നോട് ചോദിക്കുക, അളിയൻ എന്നാ പണിയെന്ന്. ഞാൻ പറഞ്ഞു, സുവിശേഷ വേലയാന്ന് പറഞ്ഞു. 2-ാമത്തെ അളിയൻ, മെയിനാണോ അതോ സൈഡാണോ? ഞാൻ പറഞ്ഞു മെയിനാ.
അപ്പം മൂന്നാമത്തെ അളിയൻ എങ്ങനെയാ ജീവിക്കുന്നതെന്ന്. സത്യം പറയാമല്ലോ, നമുക്കറിയാമോ എങ്ങനെ ജീവിക്കുന്നത്? എനിക്കറിയാമല്ല. നമുക്കാരെങ്കിലും അറിയാമോ? അറിയാമോ? കാരണം വെച്ചാൽ ആൾക്കാർ നോക്കും നിങ്ങൾ എങ്ങനെയാ ജീവിക്കുന്നത്. അതിൻ്റെ 10 കുടുംബം 12 കുടുംബം 5 പേര്. ഞാൻ അന്ന് എൻ്റെ സഭയിൽ നിസ്സാര ആളുകളെ ഉള്ളു കേട്ടോ. ഒരു 4 രൂപ 5 രൂപ 10 രൂപ താഴെ സ്വോത്രക്കാഴ്ചയേ ഉള്ളൂ. അന്ന് കുറച്ച് പേരേ ഉള്ളൂ. അത് സഭാ സെക്രട്ടറി എടുത്തുകൊണ്ട് പോകും. സഭാ സെക്രട്ടറി വീട്ടിലാണ് എനിക്ക് ഉച്ചയ്ക്ക് ഊണ്. മുട്ട പൊരിച്ചത് ഭയങ്കര ഇഷ്ടമാണ് അന്നും ഇന്നും. അപ്പം ഈ പുള്ളി മുട്ട പൊരിച്ച് ചോറ് തരും. കണക്ക് വായിക്കുമ്പം വരവുക ചെലവുക മുട്ടക എന്ന് പറഞ്ഞാൽ ഇല്ല, പിന്നെ കാശില്ല, പൈസ തീർന്നു. അപ്പം അന്ന് പൈസ ഒന്നും ഇല്ല. വേലയാളിയെ ചോദിക്കുക, എപ്പോൾ നോക്കിയാലും നല്ല വെള്ള തുണിയൊക്കെ കൊടുത്ത് കണ്ട് നോക്കി മൊത്തം വെള്ള ഷർട്ടൊക്കെ ഇട്ട് നല്ല വടിവൊത്ത് നല്ല തേച്ച് മിനുക്കി. അന്ന് ഈ ഉജാലയും സ്റ്റിഫാൻ ഷൈനും സ്റ്റിപ്പിയും പൊടിയൊക്കെ ഇട്ട മുക്കുന്നേ. പുള്ളി ചോദിക്കുക, അതിന് മാത്രം ഉണ്ടോന്ന്. ഞാൻ പറഞ്ഞ അതിന് മാത്രമേ ഉള്ളൂ. ഏതിന് മാത്രം? ഉജാലയ്ക്കുള്ളത് മാത്രമേ ഉള്ളൂ. എന്നാലും നമ്മുടെ ആ വരവ് കണ്ടോ നിങ്ങള്? ഞാൻ ഇവിടുത്തെ ജില്ലാ കളക്ടറെ കൊണ്ടുവന്ന ഈ ഒരു സന്തോഷം. സത്യം പറഞ്ഞാൽ യോഗം കഴിഞ്ഞ് 6 മാസം ചിലപ്പോൾ പട്ടിണിയായിരിക്കും. എന്നാലും തുളസിപ്പാസ ഇരിപ്പ് കണ്ടോ നിങ്ങൾ? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ തീർത്ത് പറയുകയാണ്. ഞാൻ പറയാറുണ്ട്, ഈ മറ്റുള്ളവരുടെയൊക്കെ പരിപാടിക്ക് ശമ്പളം എന്നാണ് പറയുന്നില്ലേ, ശമ്പളം. ഞാനിപ്പോൾ എല്ലാ പ്രസംഗത്തിലും കയറ്റിയിടുക, കാരണം ഇത് പറയാതിരിക്കാനൊക്കെ എല്ലാത്തുണ്ട്. ശമ്പളം ഉപദേശിമാരുടെ ഇതിനെന്തോ പറയുന്നത്, ശമ്പളം എന്നല്ല, ഇപ്പം ചിലൊക്കെ ശമ്പളമാക്കിയിട്ടുണ്ട്. സപ്പോർട്ട് എന്നാണ് പറയുന്നത്. സപ്പോർട്ട് എന്തുവാ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ? കൊലച്ചു വരുന്ന വാഴയ്ക്ക് കൊടുക്കുന്ന ഊന്നിൻ്റെ പേരാണ് താങ്ങിൻ്റെ പേരാ സപ്പോർട്ട്. എൻ്റെ പാർഷന്മാർ നമ്മളെ അങ്ങ് പേടിപ്പിക്കും. സഭ സെൽഫായിക്കൊള്ളണം, പിന്നെ ഇത് നിങ്ങൾ സ്വന്തം വരുമാനം സ്വയം പ്രാപ്തിയിലെത്തിക്കൊള്ളണം. അത് കഴിഞ്ഞാൽ ഈ വാഴക്കൊല മൂത്താൽ ഈ താങ്ങെടുത്ത് എവിടെ കൊടുക്കും? അടുത്ത വാഴയ്ക്ക് കൊടുക്കും. ഇങ്ങനെ പറഞ്ഞ് നമ്മളെ പേടിപ്പിക്കും. അവരെ 10 പ്രാവശ്യം വിറ്റ കാശ് നമ്മുടെ കയ്യിലുണ്ട്. എന്താ കാര്യം? നമ്മളെ 1 പ്രാവശ്യം വിറ്റ കാശ് അവരുടെ കയ്യിലുള്ളൂ. നമ്മുടെ വാഴക്കൊല ഒരു കാലത്തും മൂക്കുകയില്ല. കല്യാണപ്പറമ്പിൽ വെച്ചിരിക്കുന്ന പ്ലാസ്റ്റിക്കിൻ്റെ വാഴക്കൊല കിടക്കുക. എന്നാലും ഞാനങ്ങോട്ട് പറയുകയാണ് കേട്ടോ, ഈ മോശയുടെ വിശ്വാസം കണ്ടപ്പോൾ ദൈവം പറഞ്ഞു, മോശെ കയറി വാ. നെബോ പർവ്വത്തിൽ പിസ്കാ മലമുകളിൽ മോശയെ വിളിച്ച് മടിയിൽ ഉറക്കിയവനെ യാത്രയാക്കിയെന്ന്. ഇന്ന് രാത്രി തീർത്തു പറഞ്ഞോട്ടെ, നിങ്ങൾ ദൈവത്തിന് വേണ്ടി നെഞ്ചും നെറ്റിയും കൊടുത്ത് നിൽക്കുമെന്ന് ദൈവത്തിന് തോന്നിയാൽ, വേണ്ടി വന്നാൽ, താങ്കൾ ഇവിടെ എത്ര വലിയ ഇന്ത്യൻ പ്രധാനമന്ത്രി ആയാലും അമ്മയുടെ മുലപ്പാലിന്റെ കാശ് കൊടുക്കാനുള്ള തൻ്റെ ഇടവും നിങ്ങൾക്കുണ്ടാകത്തില്ല. പക്ഷേ രക്ഷിക്കപ്പെട്ടതിൻ്റെ പേരിൽ അമ്മ നഷ്ടപ്പെട്ടവരുണ്ട്, അപ്പൻ നഷ്ടപ്പെട്ടവരുണ്ട്, കുടുംബങ്ങൾ നഷ്ടപ്പെട്ടവരുണ്ട്. ദൈവം പറയാണ്, വരുവാനുള്ള ലോകത്തിലും ഈ ലോകത്തിലും 100 മടങ്ങ് മടക്കി തരാമെന്ന്. ഇന്ന് രാത്രിയിൽ കർത്താവിന് വേണ്ടി ഇറങ്ങിയാൽ, വേണ്ടി വന്നാൽ നീ കുടിച്ച മുലപ്പാലിന്റെ പണം മുതൽ നിന്നെ അടക്കുന്ന പെട്ടിയുടെ പണം വരെ തന്നുകൊള്ളാമെന്ന് തീർത്തു പറഞ്ഞ വാക്ക് പറഞ്ഞ ദൈവത്തെ കടന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒരൊറ്റ മിനിറ്റ് ഒന്ന് കരമടിച്ചോ. ഇന്ന് രാത്രിയിൽ ഈ ദൈവത്തെ സ്തുതിക്കണമെന്ന് ഒന്നുകൂടെ പറയുന്നു. അവൻ നിങ്ങൾക്കായി കരുതുന്നവനാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും അവന്റെ മേലിട്ടുകൊള്ളും. നമ്മുടെ വിഷയം എന്നതാ? 6ാമത്തെ ദിവസമാണെന്ന്, 7ാം ദിവസമാണെന്ന്. എന്താ വെച്ചാൽ 7ാം ദിവസം ഇത് പറയണ്ടേ? 7ാം ദിവസം എന്ന് പറഞ്ഞാൽ ഒരു കണക്കാണ് കേട്ടോ. ഒന്ന് ശ്രദ്ധിച്ച് പെട്ടെന്ന് പിടിയിട്ടും 10 അങ്ങനെ വലിയ കണക്കൊന്നുമില്ല. ആദാം മുതൽ അബ്രഹാം നോഹ വരെ 2000 കൊല്ലമാണ്. അവിടെ മുതൽ യേശു വരെ 2000 കൊല്ലമാണ്. എത്രയായി? അല്ല, അവിടെ മുതൽ ഇതുവരെ എത്രയായി? 2026. മൊത്തം എത്രയായി? 6026 കൊല്ലം. ഇവിടെയും ചോദ്യങ്ങളുണ്ടാവും. പുരാതനമായ പട്ടണങ്ങളുടെ അവശിഷ്ടങ്ങൾ കണ്ടെടുക്കുന്നുണ്ട്. 1000കണക്കിന് വർഷങ്ങൾ. നമ്മുടെ തന്നെ മോഹൻജാദാരോ ഹാരപ്പ സംസ്കാരം BC 4500 5500.
കോടിക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള ദിനോസറുടെ ഫോസിലുകൾ കണ്ടെടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഈ ആകപ്പാടെ 6000 കൊല്ലമേ ആയിട്ടുള്ളൂ മനുഷ്യനുണ്ടായിട്ടെന്ന് പറഞ്ഞാൽ എന്താ ഇതിന് ശരിയായ അർത്ഥം എന്തോ? അതുകൊണ്ട് ചെറിയൊരു വിശദീകരണം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം മനോഹരമായ വാക്യമാണ്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. എത്ര സുന്ദരമാണെന്ന് നോക്കി. ഒരുപാട് ചോദ്യങ്ങൾ ആളുകൾ ചോദിക്കുന്നു. എന്നാണാവോ? ഉത്തരം ആദിയിലാണ്. രണ്ടാമത്തെ ചോദ്യം ആരാണാവോ? ഉത്തരം ദൈവമാണ്. മൂന്നാമത്തെ ചോദ്യം എന്താണാവോ? ഉത്തരം ആകാശവും ഭൂമിയുമാണ്. നാലാമത്തെ ചോദ്യം എങ്ങനെയാണാവോ? ബാം തിയറിയല്ല, പൊട്ടിത്തെറിച്ചതല്ല, ദൈവം ഉണ്ടാക്കിയതാണ്. ലോകത്തിൻ്റെ 4 കോണിൽ നിന്ന് ഉയരുന്ന കോടിക്കണക്കിന് ചോദ്യങ്ങൾക്ക് വായടപ്പിച്ച് മറുപടി കൊടുക്കുന്ന ഒറ്റ വാചകത്തെ ഓർത്ത്, ആദ്യത്തെ വാക്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. 300-ഉം 300-ഉം ഒക്കെ പേജ് പിന്നിടുമ്പോൾ അത്രയും തന്നെ അനുമാനങ്ങളും ഊഹങ്ങളുമുള്ള ഡാർവിൻ്റെ സിദ്ധാന്ത പുസ്തകത്തെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ 1100 അധ്യായങ്ങൾ പിന്നിടുമ്പോൾ വേദപുസ്തകത്തിൻ്റെ അവസാനത്തെ വാക്കെന്നറിയാമോ? ആദിയിൽ ഇത് തുടങ്ങിയിട്ട് ആമേൻ എന്ന് പറഞ്ഞാണ് അവസാനിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇതിലെഴുതിയതൊന്നും ഞങ്ങൾ മാറ്റുകയില്ല. കാലഘട്ടം എത്ര വന്നാലും ഞങ്ങൾ മാറ്റത്തില്ല. ഈ 400 കൊല്ലം യോഗം നടത്തിയാലും യേശുവിനെ അല്ലാതെ മറ്റൊരു നേതാവിനെ ഞങ്ങൾക്ക് അവതരിപ്പിക്കാനില്ല. ആരെല്ലാം മാറി വന്ന് പ്രസംഗിച്ചാലും സത്യ സുവിശേഷമല്ലാതെ മറ്റൊരു സുവിശേഷം ഞങ്ങൾക്കില്ല. അതാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനസ്സിലാക്കണം, അവിടെ 2-ാമത്തെ വാക്യം പഠന വിധേയമാണ്. എന്താണ് ആ വാക്യം? ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു. അതെങ്ങനെ ശരിയാവും? കാരണം എല്ലാ ദിവസവും സൃഷ്ടിച്ച അനന്തരം അവസാനം ഒരു വാചകമുണ്ട്, നല്ലതെന്ന് ദൈവം കണ്ടു, സന്ധ്യയായി ഉഷസ്സുമായി 1-ാം ദിവസം. നല്ലതെന്ന് കാണണമെങ്കിൽ പാഴും ശൂന്യവും നല്ലതാണോ? താണ്ടെ ഒരു പറമ്പ് നമ്മൾ കാണുന്നു. കഴിഞ്ഞ കൊല്ലം റബ്ബർ ഉണ്ടായിരുന്നു, ഇപ്പോൾ വെട്ടി. അവിടെ ശൂന്യം എന്ന് പറയാം, അർത്ഥം പാഴല്ല. അടുത്ത കൃഷിയിൽ വേറെ റബ്ബർ വരും. പക്ഷേ 50 കൊല്ലമായി ഒരു പറമ്പിൽ ഒന്നും കാണുന്നില്ലെങ്കിൽ അത് പാഴാണ്. അവിടെ എന്തെങ്കിലും പാറയോ മറ്റെന്തെങ്കിലുമൊക്കെ ആയിരിക്കും, അത് ഗുണമില്ലാത്ത സ്ഥലമാണ്. അങ്ങനെ യാതൊരു പ്രയോജനവുമില്ലാത്ത ഭൂമിയെ ദൈവം സൃഷ്ടിച്ചും നല്ലതെന്ന് പറയുമോ? ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ ഭൂമി എവിടാന്നറിയാമോ? വെള്ളത്തിനടിയിലാണ്. എവിടാ വാക്യം? അവിടെ വായിക്കുന്നുണ്ട്, വെള്ളമെല്ലാം ഒരു സ്ഥലത്ത് കൂടട്ടെ, 79% വെള്ളം ഒരു സ്ഥലത്ത് കൂടി. അതിന് സമുദ്രം എന്ന് പേരിട്ടു. ശേഷിക്കുന്ന 21% കരഭൂമിക്ക് ദൈവം ഭൂമി എന്ന് പേരിട്ടു. അപ്പോൾ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ ഭൂമി എവിടെ കിടക്കുക? വെള്ളത്തിനടി കിടക്കുകയാണ്. യാഥാർത്ഥ്യം അതാണോ? അല്ല. 136-ാമത്തെ സങ്കീർത്തനത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, ഭൂമിയെ വെള്ളത്തിന്മേൽ വിരിച്ചവന് അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. അപ്പോൾ ഭൂമി എവിടെ ആയിരുന്നു? വെള്ളത്തിന് മേളിലായിരുന്നു. എപ്പോഴാണ് താഴോട്ട് വന്നത്? അതാണ് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിനും 2-ാമത്തെ വാക്യത്തിനും ഇടയിലുള്ള 4 തിയറികൾ, യോം തിയറിയും ഗ്യാപ് തിയറിയും തിരമാലകളുടെ സിദ്ധാന്തവുമൊക്കെ അവിടെയാണ് വരുന്നത്. അവിടെ നടന്ന സംഭവമാണ് യെശയ്യാ പ്രവചനം 14-ാം അധ്യായവും യെഹെസ്കേൽ പ്രവചനം 28-ാമത്തെ അധ്യായവും. അതുകൊണ്ട് ഗ്രാമർ മിസ്റ്റേക്ക് ഇല്ലാതെ ഇങ്ങനെ പറയാം, നാം ചവിട്ടി നിൽക്കുന്ന ഈ ഭൂമിയിലെ ആദ്യത്തെ മനുഷ്യനാണ് ആദാം. അവിടെ മുതൽ ഇതുവരെ 6026 കൊല്ലങ്ങളായി. അതിനു മുൻപ് ഭൂമിയുണ്ട്, മറ്റ് പലതുമുണ്ട്. ഇന്ന് രാത്രി അത്രയും കടന്നു പോകേണ്ട കാര്യമില്ല. ഇനി നമ്മുടെ ബൈബിളിൻ്റെ ചിന്തയിലേക്ക് വരാം. നിങ്ങളുടെ 1000 സംവത്സരങ്ങൾ എൻ്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞുപോയ ഒരു ദിവസം. പിന്നെ കണക്ക് പറ. ആദാം മുതൽ ഇതുവരെ 6020 വർഷം, 26 കൊല്ലമായെങ്കിൽ ദൈവത്തിൻ്റെ കണക്കിൽ എത്ര ദിവസം കഴിഞ്ഞു? 6 ദിവസം. നമ്മൾ ഈ ഭൂമിയിൽ നിന്നുകൊണ്ട് നോക്കുമ്പോഴാണ് ഇത്രയും കൊല്ലം. ചൊവ്വായിലും ശനിയിലൊക്കെ പോയി കഴിഞ്ഞാൽ അത്രയും ദിവസം കൂടെ ഒന്നുമില്ല. 24 ദിവസമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ചില ഗ്രഹങ്ങളിൽ ചെന്ന് നോക്കിയാൽ കറങ്ങുന്നതിൻ്റെ അനുസരിച്ചല്ലേ ചിന്തിക്കുന്നത്. അപ്പോൾ നമ്മുടെ കണക്കിൽ 6000 കൊല്ലം കഴിഞ്ഞു, 7000-ാമത്തിലേക്ക് പ്രവേശിച്ചു. പക്ഷെ ദൈവത്തിൻ്റെ കണക്കിൽ എത്ര ദിവസം പോയി? 6 ദിവസം. അപ്പോൾ ഇത് എത്രാം ദിവസമാണ്? 7-ാം ദിവസം.
എന്തെങ്കിലും അകത്ത് സംഭവം കത്തിക്കേറുന്നുണ്ടോ? പഴയ നിയമത്തിലേക്ക് വരാം. പഴയ നിയമത്തിൽ 7-ാം ദിവസം സ്വസ്ഥതയാണ്, 7-ാം ദിവസം ശബ്ബത്താണ്, 7-ാം ദിവസം വിശ്രാമമാണ്. 7-ാം ദിവസമാണ് യഹോവ ജനത്തോടുകൂടെ, ജനം ദൈവത്തോടുകൂടി ആരാധിക്കുന്ന ദിവസമാണത്. പഴയ നിയമത്തിലെ 4 വിധമായ ശബ്ബത്തുകളുണ്ട്. 4 വിധമായ ശബ്ബത്തുകൾക്കും മാറ്റം വന്നു, പൂർത്തീകരണം വന്നു. യേശുക്രിസ്തു മുഖാന്തരം മത്തായിയുടെ സുവിശേഷം 12:8. ശബ്ബത്ത് മാറിപ്പോയി, പക്ഷെ അതിൻ്റെ അനുഭവം നമുക്ക് വന്നിട്ടില്ല. വന്നിട്ടുണ്ടോ? ഇല്ല. എവിടാ വാക്യം? എബ്രായലേഖനം 4-ാം അധ്യായം 9-ാമത്തെ വാക്യം. ആ വാക്യം ഒന്ന് വായിച്ചാൽ നല്ലതാ. എബ്രായലേഖനം 4-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിലാണ് ശബ്ബത്ത് മാറിപ്പോയി, പക്ഷേ ശബ്ബത്തിൻ്റെ അനുഭവം നമുക്കിതിന് വന്നിട്ടില്ല എന്നവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വായിച്ചേ. ആകയാൽ ദൈവത്തിന്റെ ജനത്തിന് ഒരു ശബ്ബത്ത് അനുഭവം ശേഷിച്ചിരിക്കുന്നു. ദൈവം തന്റെ പ്രവർത്തികളിൽ നിന്നും എന്ന പോലെ അവരുടെ സ്വസ്ഥതയിൽ മതി ഒരു വാക്യം. ആകയാൽ ദൈവത്തിന്റെ ജനത്തിന് ഒരു ശബ്ബത്ത് ശേഷിച്ചിരിക്കുന്നു എന്നല്ല, പിന്നെ എന്താണ്? ശബ്ബത്തിന്റെ അനുഭവം ശേഷിച്ചിരിക്കുക. എന്തോ അനുഭവം? പഴയമത്തിലൊക്കെ ആണെങ്കിൽ നമ്മൾ ശബ്ബത്തിനെ കുറിച്ച് വായിച്ചിട്ടില്ല. നിശ്ചയ ദൂരം യാത്ര ചെയ്യാനേ പാടുള്ളൂ. മൃഗങ്ങളെ ഒക്കെ പണിയെടുപ്പിക്കാൻ പാടില്ല. നമുക്ക് അങ്ങനെയൊക്കെ ഒരു ആരാധനയുടെ ദിവസങ്ങൾ ഉണ്ടായിരുന്നു പണ്ടത്തെ പെന്തക്കോസിനകത്തൊക്കെ, ഇല്ലേ? നമ്മുടെ ആരാധനയൊക്കെ ശരിക്കും ആരംഭിക്കുന്നത് എപ്പോഴാണ്? ശനിയാഴ്ചയായിരുന്നു. ശനിയാഴ്ച ദിവസം നമുക്കൊരു യോഗം ഉണ്ടായിരുന്നു, അറിയാമോ? അതാരാ പറയുന്നത്? കാത്തിരിപ്പ് യോഗം. ഇപ്പോഴില്ല പാസ്റ്റർ. ഇപ്പം ഞായറാഴ്ച ഉച്ച കഴിഞ്ഞൊരു യോഗമുണ്ട്, കുത്തിത്തിരിപ്പ് യോഗം. അപ്പം എങ്ങനെ ഇത് പൊളിച്ചു കളയാമെന്ന് ഇങ്ങനെ വട്ടം കൂടിയിരുന്ന് ഉണ്ടാക്കിയെടുക്കുന്നൊരു യോഗമാണ്. എന്ന് കാത്തിരിപ്പ് യോഗം നിന്നോ അതുപോലെ നമ്മുടെ കഷ്ടകാലം ആരംഭിച്ചു. കാരണം അന്നൊക്കെ നാളത്തെ ആരാധനയ്ക്ക് വേണ്ടി അങ്ങ് പ്രാർത്ഥിക്കല്ലയോ. ആരാധന വല്ല സമയമുണ്ടോ അന്നൊക്കെ ആരാധനയ്ക്ക്? എവിടെ സമയം? ആ ഉച്ച കഴിഞ്ഞ് ആരാധന തീരുമോ? ഉച്ച കഴിഞ്ഞ് ഇച്ചിരി കഞ്ഞിയും കുടിച്ച പാർസും സഹോദരിമാരും സഹോദരന്മാരും എല്ലാം അവരെ പോയി യേശുവിനെ പ്രസംഗിക്കുകയാണ്. ഒരു ദിവസം മുഴുവൻ സഭായോഗമാണെന്ന്. കാലം പോയ പോക്ക് കണ്ടോ? പിന്നെ ഇപ്പം ഈയിടെ വന്നപ്പം 3 മണിക്കൂറായി. 10 മണി മുതൽ 1 മണി വരെ. കോവിഡ് കാലഘട്ടത്തിൽ 1 GB ആരാധനയായി. 1 GB ആരാധന ശ്രദ്ധിച്ചിട്ടുണ്ടോ? അയ്യോ, കോവിഡ് കാലത്ത് നമ്മുടെ ഉഡായിപ്പുകൾ പറഞ്ഞാൽ തീരാത്ത സംഭവങ്ങളാണ്. വീഡിയോ ഒരെണ്ണം ഓൺ ചെയ്യുകയില്ല, ഇങ്ങനെ വന്നിരിക്കുകയാണ്. ആ സമയത്തൊക്കെ ഞങ്ങളൊക്കെ എവിടെയൊക്കെ പോയി പ്രസംഗിച്ചു. ജർമ്മനി, സ്വിറ്റ്സർലൻഡ് ഇതുവരെ കണ്ടിട്ടില്ല. എവിടെ വേണേലും പോകാം, കാരണം പ്രസംഗവും ഫ്രീ, എല്ലാം ഫ്രീ. തിരിച്ചൊരു തമ്പ് മാത്രം കാണും. ദൈവം പാസ്റ്ററിനെ അനുഗ്രഹിക്കട്ടെ. അങ്ങനെ മതിയാട്ടെ. ഞാൻ ഈ നമ്മുടെ നാട്ടിലൊരു യോഗത്തിൽ ചെന്ന് കേട്ടോ. അപ്പം ഒരമ്മച്ചിയുണ്ട്, പാസ്റ്ററുണ്ട്, 2 പാട്ടുകാരുണ്ട്, ഞാനും ഉണ്ട്. ഞാൻ എപ്പോഴും ഞങ്ങൾ ഞായറാഴ്ചയൊക്കെ വീഡിയോ ഓൺ ചെയ്ത് കുളിച്ച് ആരാധനയ്ക്ക് പോകുന്നുണ്ട്. വസ്ത്രമൊക്കെ ഇട്ടുണ്ടാകും. ഞങ്ങളൊക്കെ ആരാധനയ്ക്ക് ഇരിക്കുന്നേ. അപ്പം ഞാൻ നോക്കിയപ്പോൾ 4 പേരേ ഉള്ളൂ, 45 ഡിവൈസ്. ആ പാസ്റ്റർ പറയുകയാണ്, അനുഗ്രഹിക്കപ്പെട്ട സഭായോഗത്തിൽ ലോകമറിയപ്പെടുന്ന ദൈവദാസൻ എന്നെക്കുറിച്ച് പറയുക വന്നിട്ടുണ്ട്. ഞാനിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക. അപ്പം ഈ ഓരോ ഡിവൈസിലും 4ഉം 5ഉം പേരുണ്ട്. ആർക്കറിയാം ഉണ്ടോ ഇല്ലയോ എന്ന്? 4 വീഡിയോ ഓൺ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മുടെ 100-200 ആളുകൾ ഇതിനകത്തുണ്ടെന്നും പറഞ്ഞ് അദ്ദേഹം എന്നെ പരിചയപ്പെടുത്തി. പാട്ട് കഴിഞ്ഞപ്പം ആ സഹോദരനും സഹോദരി ആങ്ങളെയും പെങ്ങളും അവരങ്ങ് നിർത്തിപ്പോയി. അവർ വീഡിയോ ഓഫ് ചെയ്തു. അവർ വേറെ എവിടെയെങ്കിലും പാടാൻ പോയതായിരിക്കും. പിന്നെ എത്ര പേരുണ്ട്? പാസ്റ്റർ, ഞാനും അമ്മച്ചിയുണ്ട്. അപ്പോഴതാണ്ട് അമ്മച്ചി ചായ കുടിക്കാൻ വേണ്ടി എഴുന്നേറ്റ് പോകുന്നു. ഒന്നാമതേ CC അടഞ്ഞു തീരാറായ വണ്ടിയെ പോലെ അതും പോയി. അത് നൈറ്റ് ഇട്ടു. അപ്പോൾ ഈ നൈറ്റൊക്കെ ഇട്ടുകൊണ്ട് ആരാധിക്കാതെ അന്നേരം മനസ്സിലായത്. പിന്നെ ഞാനും പാസ്റ്ററുണ്ട്. പാസ്റ്റർ പറയുക, ദൈവദാസൻ ഇപ്പോൾ പ്രസംഗിക്കും എന്ന് പറഞ്ഞ് പുള്ളി അതങ്ങ് ഓഫ് ചെയ്ത്. എൻ്റെ പൊന്നു തുളസി പാസ്റ്റർ, എനിക്ക് അങ്ങനെ വലിയ ദേഷ്യമൊന്നും വരാറില്ല, ദേഷ്യക്കാരനൊക്കെയാണ്. എന്നാൽ പോലും നമുക്കങ്ങനെ പൊതുസഭ ദേഷ്യപ്പെടാൻ പറ്റത്തില്ല. പക്ഷെ അന്നൊരു സങ്കടം വന്നു. ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇങ്ങേലും ഒന്ന് പഠിക്കട്ടെന്ന് വിചാരിച്ച്. പിന്നെ ആകെപ്പാടെ ഞാനും അമ്മച്ചിയുടെ വീഡിയോ ഉള്ള അമ്മച്ചിയുടെ ചായ എടുത്തുകൊണ്ട് വരണം, എപ്പോൾ വരുന്ന ആർക്കറിയാം. അപ്പം ഞാൻ പറഞ്ഞു, ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങ് ഓഫ് ചെയ്തു. അപ്പോൾ പാൽസോന്ന് ചോദിച്ചു, ഫാൽസേ കാണുന്നില്ല. ഞാൻ പറഞ്ഞു, നിങ്ങളെയും കാണുന്നില്ല, ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ട്. ഞാനും ഇവിടെ ഉണ്ട്.
അല്ല പാസ്റ്റയെ കണ്ടാലേ ഒരു സുഖമുള്ളൂ. എനിക്കും കണ്ടാലേ സുഖമുള്ളൂ. ഞാൻ പറഞ്ഞു, നിങ്ങൾക്കൊരു സാമാന്യ മര്യാദയുണ്ടെങ്കിൽ ഒരു 8 പേരെങ്കിലും പ്രത്യക്ഷപ്പെട്ടാൽ ഞാൻ തുറക്കും, ഇല്ലെങ്കിൽ ഇങ്ങനെ തന്നെ പ്രസംഗിക്കുന്നു പറഞ്ഞു. അപ്പോൾ ഒരു 10-20 തുറന്നു. എന്തോ ചെയ്യാൻ? കോവിഡ് കഴിഞ്ഞ് 33% ആളുകൾ പള്ളി കയറിയിട്ടില്ല. എന്നാ കാര്യം? പള്ളി നിറച്ചാരിരിക്കുക, കോവിഡ് ഇരിക്കുക. തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ ബാങ്കിൽ കോവിഡില്ല, ഇറച്ചിക്കടയിൽ കോവിഡില്ല, ഒരു തലത്തും കോവിഡ്. എല്ലാം കോവിഡ് എവിടെ വന്നിരിക്കുക? പള്ളിക്കകത്ത് വന്നിരിക്കുക. എല്ലാം കഴിഞ്ഞപ്പോൾ ഒരു അമ്മച്ചി ആരാധിക്ക് വന്നില്ല. പാസ്റ്റർ വിളിച്ച്, അമ്മച്ചി എന്താ വരാത്തേ? ഓ, ഞാൻ എങ്ങനെ കുറച്ച് നാളത്തേക്ക് വരുന്നില്ല പാസ്റ്ററെ, വീട്ടിലെ സഭായോഗമുണ്ടല്ലോ. കേട്ടിട്ടില്ലേ? വീട്ടിലെ സഭായോഗം, പവർ വിഷൻ. അപ്പോൾ പാസ്റ്റർ പറഞ്ഞു, അല്ല അമ്മച്ചി അതങ്ങനെ കണ്ടുകൊണ്ടിരുന്ന വീട്ടിൽ സഭയിൽ. ഓ എന്നതാ പാസ്റ്റർ? പാസ്റ്റർ ഇപ്പോൾ ഇയ്യോബിനെ കുറിച്ചല്ലേ പ്രസംഗിക്കുന്നത്? 2-ാം അധ്യായമല്ലേ ആയുള്ളൂ. ഞാൻ 42 ആവുമ്പം വരാം. കാരണം ഇനി ഈ കഷ്ടപ്പാട് പറഞ്ഞായിരിക്കും മിക്കവാറും പ്രസംഗം. 42 ഇരട്ടി അനുഗ്രഹം ഉണ്ടല്ലോ. തന്നെയല്ല പാസ്റ്റർ, എന്തോരും പ്രസംഗ വീട്ടിലെ സഭായോഗത്തിൽ, പവർ വിഷൻ, എന്തോരും പാട്ടുകാരാ. അതുകൊണ്ട് പാസ്റ്റൊന്നും വിഷയൻ്റെ പാസ്റ്റർക്ക് പാസ്റ്റർമാർക്ക് മിണ്ടാനും പറ്റിയല്ലേ. ഇപ്പം എന്താ കാര്യം? പുതിയ ശുശ്രൂഷയൊക്കെ ഞങ്ങൾക്കുണ്ട്. കാരണം ഈ ബെതസ്ത നെസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ വീട്ടുപേരെങ്കിലും മിക്കവാറും വൃത്തസാധനമാണ്. പിള്ളേരെല്ലാം നാട്ടിൽ വീട് പോയേക്കുക. അപ്പം ഇതുങ്ങൾക്ക് ഗ്യാസ് മേടിച്ചുകൊണ്ട് കൊടുക്കുന്നു, ഇവരെ ആശുപത്രി കൊണ്ടുപോകുന്നു. ഒക്കെ ഇപ്പം ആരുടെ ശുശ്രൂഷയാണ്? ഞങ്ങളുടെ പണിയാണ്. ഇത്രയും വിശ്വസ്തമായിട്ട് ഏൽപ്പിക്കാൻ ലോകത്തിൽ വേറെ ആരെയും അവർക്ക് കിട്ടത്തുമില്ല. പണ്ടൊക്കെ ഞങ്ങൾ ഞാനൊക്കെ വീട്ടിൽ ചെല്ലുമ്പോൾ വേടാ തീപ്പെട്ടി മേടിച്ചുകൊണ്ട് വേടാ, സൈക്കിളിൽ ടയറും കൊണ്ട് ഉരുട്ടിക്കൊണ്ട് പോവുക. വന്നു കഴിയുമ്പം മെഴുതിരി മേടിച്ചില്ല, ഒന്നോടെ പോവും. എപ്പം വിട്ടാലും പോവും, കാരണം എപ്പം പോയാലും 5 പൈസ ബാക്കി കാണും. അപ്പം അതുകൊണ്ട് നാരങ്ങ മിഠായി പിടിക്കുക. ഇതിൽ മാസത്തിൻ്റെ ബില്ല് വരുമ്പം ഒരു 9,200 രൂപയൊക്കെ കാണും, 10,000 രൂപ വായിക്കും. ബാക്കിയുള്ളത് ആർക്കാ? അങ്ങനെയും കൂടെ ഒരു ശിശുവിനൊക്കെ ഉണ്ടെന്ന് കൂട്ടിക്കോ, എല്ലാവർക്കും അല്ലെങ്കിലും. അപ്പം ഈ പാസ് പറഞ്ഞ് അമ്മച്ചി പറഞ്ഞു, അത് പിന്നെ വരാം പാസ്. പിറ്റത്തെ വ്യാഴാഴ്ച അപ്പച്ചൻ ബാത്റൂമിൽ കാല് തന്നെ വീണു. പാസെ വിളിച്ചു, പാസേ ഓടിവായോ. എന്തുവാ? അപ്പച്ചനെ ആശുപത്രി കൊണ്ടുപോകണം. മിടുക്കൻ പാസ് പറഞ്ഞു, അമ്മച്ചി ആ പവർ വിഷനിൽ ഒരുപാട് പാസ്റ്റർമാരില്ലേ? ഉണ്ട്. ഒരാളെ വിളിച്ച് ആംബുലൻസും വിളിച്ച് കൊണ്ടുപോകാൻ പറഞ്ഞു. അല്ലാതെ പിന്നെന്താ പറയുന്നത്? എൻ്റെ പ്രിയപ്പെട്ടവരെ, പവർ വിഷനിലെ വീട്ടിലെ സഭായോഗം വെച്ചിരിക്കുന്നത് നമുക്ക് വേണ്ടിയാണോ? അല്ലെന്ന്. അത് ആരാധനയ്ക്ക് പോകാൻ പറ്റാത്ത കുറേ ആളുകളില്ലേ, ശാരീരികമായി പ്രയാസമുള്ളവരില്ലേ. അതുകൊണ്ട് അതിനകത്തൊക്കെ തഞ്ചവും തന്ത്രവും കണ്ടുപിടിക്കാതെ മര്യാദയ്ക്ക് സഭാകാളിലോട്ട് വാ, ദൈവത്തെ ആരാധിക്ക്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ ശബ്ദത്തിന്റെ അനുഭവം മാറി, പക്ഷേ ശബ്ദത്ത് മാറി, അനുഭവം വന്നിട്ടില്ല. എത്ര ക്ലിയറായ വചനമാണ്. അതുകൊണ്ട് അനുഭവം എപ്പോൾ വരുമെന്നറിയാമോ? ഈ 7-ാമത്തെ ദിവസത്തിൽ വരും. എന്താ 7-ാം ദിവസം? ഇതാണ് 7-ാമത്തെ ദിവസം. AD 2000 മുതൽ 3000 വരെയുള്ള ഈ 1000 സംവത്സരങ്ങൾ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ 7-ാമത്തെ ദിവസമാണ്. 7-ാം ദിവസം സഭ എവിടേക്ക് കയറണം? സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കണം. ഈ ചിന്തകൾ അകത്ത് ആർക്കെങ്കിലും അങ്കുരിക്കുന്നുണ്ടോ? നിങ്ങൾ കടൽ തീരത്തേക്ക് ചെന്നാൽ മുക്കുവൻ്റെ കുടുംബത്തിൽ ജീവിക്കുന്ന പട്ടിക്കും പന്നിക്കും കമ്പനം വരുന്നതിൻ്റെ സൂചന കിട്ടും, ഓരിയിടുവാൻ തുടങ്ങും. നമ്മുടെ വീട്ടിലെ കോഴിക്കും താറാവിനും ഉരുണ്ടുകൂടുന്ന കാർമേഘം ഇവിടെ പെയ്യുന്നതാണോ 4-4.5 മൈൽ അപ്പുറത്ത് പെയ്യുന്നതാണോ എന്നറിയാനുള്ള ശേഷിയുണ്ടെന്ന് പക്ഷിശാസ്ത്രം പറയുന്നു. എന്നിട്ട് അവർ പറയുകയാണ്, കോഴിക്കൂട് തുറന്നിട്, മഴ ഇവിടെ പെയ്യുമെങ്കിൽ അകത്ത് കയറും, കാറ്റടിച്ചത് പോകുമെങ്കിൽ അവർ പമ്മി നിൽക്കത്തേയുള്ളൂ, കയറത്തില്ലെന്ന്. മുണ്ടക്കൈ ചൂരൽമല മറന്നിട്ടുണ്ടോ നിങ്ങൾ? ഏതെങ്കിലും പക്ഷിമൃഗാദികൾ അവിടെ ചത്തിട്ടുണ്ടോ? കെട്ടിയിട്ടതൊക്കെ ചത്തു. എന്താ കെട്ടിയിടാത്തൊക്കെ ചാകാതിരുന്നത്? ഈ ഭൂമിയെ 3ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. 35 കിലോമീറ്ററാണ് ക്രസ്റ്റ്, 2870 കിലോമീറ്ററാണ് മാൻഡിൽ. അവിടെയാണ് 20 ലിത്തോസ്ഫിയറിക് പ്ലേറ്റുകളൊക്കെ സ്ഥിതി ചെയ്യുന്നത്. 3-ാമത്തെ ഭാഗമാണ് കോർ അല്ലെങ്കിൽ ഉൾക്കാമ്പ്, നമ്മൾ പറയുന്ന നരകം. 28 ഇയ്യോബ് 28-ന്റെ 5-ാമത്തെ വാക്യം എടുക്കണ്ട. ഭൂമിയിലേക്ക് വെള്ളം ആഗിരണം ചെയ്ത് കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ നിന്ന് വെള്ളം പുറത്തു പോകണ്ടേ?
ഭൂമി തിരിച്ചു പുറത്തേക്ക് പോകാൻ വെമ്പുന്ന ഒരു രംഗമുണ്ട്. ആ സമയത്ത് ഭൂമിക്കടിയിലുള്ള പാറകൾ വരെ പിളരും. നമ്മൾ സ്ഫോടനാത്മകമായി പലതും വെച്ചാൽ പൊട്ടാത്ത പാറകളൊക്കെ വെള്ളം കൊണ്ട് പിളരും. അതുകൊണ്ടാണ് ഉരുളൊക്കെ പൊട്ടുന്ന സമയത്ത് വെള്ളവും പാറക്കല്ലുകളൊക്കെ വരുന്നത്. അപ്പോൾ ഈ ഭൂമിക്കടിയിലുള്ള ഈ സംഭവവികാസങ്ങൾ ആർക്ക് മനസ്സിലായി? മരങ്ങൾ ചെരിഞ്ഞു തുടങ്ങിയപ്പോഴേ പക്ഷികൾ കൂടുവിട്ടകന്നു. അവർക്ക് മനസ്സിലായി ഇതിനകത്ത് എന്തോ സംഭവിക്കുന്നുണ്ട്. താഴോട്ട് നോക്കിയപ്പം വന്യമൃഗങ്ങളെ കാണാനില്ല. അവർ നിലത്തിങ്ങനെ കിടന്നുറങ്ങുമ്പം ഭൂമി പൊടുപിടാ പൊട്ടുന്നു, കിറുകിറാ കീറുന്നു, കാവൽമാടം പോലെ ചാഞ്ചാടുന്നു. അവർക്ക് മനസ്സിലായി ഭൂമിയിൽ എന്തോ സംഭവിക്കുന്നുണ്ട്. അതുങ്ങളൊക്കെ രക്ഷപ്പെട്ടു. എല്ലാം അറിഞ്ഞിട്ടും രക്ഷപ്പെടാൻ വിസമ്മതിച്ച് ഉണ്ടാക്കിയ വീട്ടിനകത്തിരുന്നവർ മാത്രമേ നഷ്ടപ്പെട്ടിട്ടുള്ളൂ. ഈ രാത്രിയിൽ ഈ ദേശത്തോട് ഞങ്ങൾ വിളിച്ചു പറയുന്നത്, മുക്കുവന്റെ കുടുംബത്തിലെ പട്ടിക്കും പന്നിക്കും കടലിൽ കമ്പനം വരുന്നതിൻ്റെ സൂചന കിട്ടുമെങ്കിൽ, നമ്മുടെ വീട്ടിലെ കോഴിക്കും താറാവിനും ഉരുണ്ടുകൂടുന്ന കാർമേഘം ബാഷ്പീകരിച്ച് ഇവിടെ പെയ്യുമോ 4 മൈൽ അപ്പുറത്ത് പെയ്യുമോ കൃത്യമായ സൂചന കിട്ടുമെങ്കിൽ, മുണ്ടക്കൈ ചൂരൽമലയിലെ പക്ഷിമൃഗാദികൾക്ക് അവിടെയുണ്ടായ ഉരുൾപൊട്ടലിന്റെ സൂചന കിട്ടിയെങ്കിൽ, കർത്താവിന്റെ തങ്കച്ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട കാന്തയായ ദൈവസഭയ്ക്ക് കാന്തനാകുന്ന ക്രിസ്തു വാനമേഘങ്ങളിൽ വെളിപ്പെടുന്നതിന്റെ സൂചന എന്തുകൊണ്ട് ഹൃദയത്തിൽ കിട്ടുകയില്ല? ഇന്ന് രാത്രി ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നത് കാലമല്ല, ഇത് നാഴികയാണ് പ്രിയപ്പെട്ടവരെ. സ്തോത്രം. 2026 എന്ന് പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ സ്തോത്രം പറയാത്തത്. എന്താ കാര്യം? നമ്മളെക്കാൾ ബുദ്ധിമാന്മാരല്ലേ ആളുകൾ. അവർ ചിന്തിക്കുന്നു, പാർസേ 1000 കൊല്ലമല്ലേ ദൈവത്തിനൊരു ദിവസം. അതെ, 2026 ആയിട്ടുള്ളൂ. ആന്നു 974 കിടക്കുകയല്ലേ. അതും ശരിയാണല്ലോ. അപ്പം പിന്നെ ഇപ്പം ഒരു സ്വത്രം പറയേണ്ട കാര്യമുണ്ടോ? അതാണ് ഈ ആളുകൾ ചിന്തിക്കുന്നത്. അതിൻ്റെ മറുപടി പറയാം. രാജാവിൻ്റെ ചെങ്കോൽ തൊട്ടത് 3-ാം ദിവസം പ്രഭാതത്തിലാകിയിരിക്കണമല്ലോ. വേദപുസ്തകത്തിൽ എവിടെയെങ്കിലും ശുഭകാര്യങ്ങൾ നടക്കുന്നത് ഉച്ച കഴിഞ്ഞാണോ? രാവിലെയല്ലേ? നമ്മൾ പോലും അങ്ങനല്ലേ? ഈ ഇരിക്കുന്ന മണവാട്ടിക്ക് വേണ്ടി മണവാളിനെ ഉയർത്തെഴുന്നത് 3-ാം ദിവസം പ്രഭാതത്തിലല്ലേ? മണവാട്ടിക്ക് വേണ്ടി മണവാളൻ മണിയറ ഒരുക്കാൻ പോയത് 3-ാം ദിവസത്തിൻ്റെ പ്രഭാതത്തിലാണെങ്കിൽ, ആ മണിയറയിൽ ഈ മണവാട്ടി പ്രവേശിക്കുന്നതും ഈ 7-ാം ദിവസത്തിൻ്റെ ആരംഭ സമയങ്ങളിൽ ആയിരിക്കുവാൻ സാധ്യത ഉണ്ടെന്ന് പറയുമ്പോൾ, ഇത് 7-ാം ദിവസവും നാളും നാഴികയും അടുത്തിരിക്കയാൽ ഒരുങ്ങി നിൽക്കാൻ തോന്നുന്നവരെ ഓർത്ത് ഇന്ന് രാത്രി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയോ. ദിവസങ്ങളിൽ ഇത് 7-ാമത്തെ ദിവസമാണ്. ഞാൻ 2-ാമത്തെ ഭാഗത്തേക്ക് വരുന്നു. ഇത് തലമുറകളിൽ 7-ാമത്തെ തലമുറയാണ്. എന്താ അങ്ങനെ പറയാൻ കാര്യം? ഉൽപ്പത്തി പുസ്തകം 5 എടുത്തു പോയി 1-ാമത്തെ വാക്യം വായിച്ച് 5-ന്റെ 1 വായിച്ച്. ആദാമിന്റെ വംശപരമ്പരയും ഇത്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിന്റെ സാദൃശ്യത്തിൽ അവനെ ഉണ്ടാക്കി, ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. ഞാൻ സമയലാഭത്തിന് വേണ്ടി അങ്ങ് പറയാം. അവിടെ വായിക്കുന്നത്, ആദാമിന് 130 വയസ്സായപ്പോൾ ഒരു മകനെ ജനിപ്പിച്ചു. പേരെന്തുവാ? ശേത്ത്. ഇവിടെ ഇല്ലേ മോളെ? ഉണ്ടോ? ആ, ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് മയക്കി കിടപ്പറ. ഉണ്ട്. ഞാൻ സമയലാഭത്തിന് വേണ്ടിയാ. ഇനി ആ പാരഗ്രാഫ് തീരുന്ന എങ്ങനെയാണെന്നറിയാമോ? 800-ലേറെ സംവത്സരങ്ങൾ ആദാം ജീവിച്ചിരുന്നു, പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു എന്ന് പറഞ്ഞ ആദാമിൻ്റെ ആയുഷ്കാലം 930. പിന്നെ അവൻ മരിച്ചു. ഒത്തിരി പേര് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ആദാമിന് 2 പിള്ളേരേ ഉള്ളൂ. കയീൻ ഹാബേലിനെ തല്ലിക്കൊന്നു. അതിനകത്തല്ല അവർക്ക് വിഷമം. അടുത്ത ചോദ്യമാണ്, പിന്നെ കയീന് എവിടെ നിന്നാണ് പെണ്ണ് കിട്ടിയത്? അവർക്ക് പ്രശ്നം അതാ. വേറെ പ്രശ്നമൊന്നുമില്ല. ഈ പുള്ളിക്ക് എവിടെ നിന്നാണ്? അങ്ങനെ ആ പ്രശ്നം എല്ലാവർക്കും. ലോത്തിൻ്റെ ഭാര്യയുടെ പേരെന്താണെന്ന് ചോദിച്ചതുപോലെ എല്ലാവർക്കും ഇവരുടെ പേരും ഒക്കെയാണ് അവർക്ക് അറിയേണ്ടത്. നിങ്ങൾ ശരിക്കും നോക്കിക്കോ, ആദാമിന് 2 പിള്ളേരാണോ? അല്ല. ഇതൊക്കെ വായിക്കാൻ നേരം വേണ്ടി ആളുകൾക്ക്. 130-ാമത്തെ വയസ്സിലാണ് ശേത്ത് ജനിച്ചത്. 800-ലേറെ സംവത്സരങ്ങൾ ജീവിച്ചിരുന്ന പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു എന്ന്.
അപ്പോൾ എത്ര പിള്ളേരുണ്ടായി കാണും നമുക്കറിയാമല്ല. എന്നാൽ ഏകദേശം പണ്ടത്തെ കണക്ക് പറ. പണ്ടൊക്കെ ആണ്ടുതോറും പിള്ളേർ ജനിക്കുകയല്ലേ? അങ്ങനല്ലേ? ആണ്ട് യാക്കോബ് അവിടെ പോയിച്ച് വന്നപ്പോൾ എത്ര കൊല്ലം കഴിഞ്ഞാൽ വന്നേ? 14 കൊല്ലം കഴിഞ്ഞാൽ വന്നേ. പിള്ളേർ എത്രയുണ്ട്? ഏതാണ്ട് അത്രയുണ്ടെന്ന്. അപ്പം കണക്ക് ശരിയായില്ലേ? പണ്ടൊക്കെ നമ്മൾ തന്നെ എത്ര പിള്ളേരാ? കുറെ കഴിഞ്ഞപ്പം ചെറിയ കുടുംബം, സന്തുഷ്ട കുടുംബം, അപ്പനും അമ്മയും 3 മക്കളും. പിന്നെ പറഞ്ഞു നാം 2, നമുക്ക് 2. പിന്നെ പറഞ്ഞു നമ്മൾ 1, നമുക്കൊന്ന്. ഇപ്പം പിള്ളേർ പറയും നമ്മൾ ഒന്നാണെങ്കിൽ നമുക്കിനി എന്തിനാന്നാ? പിള്ളേർ പോലും വേണ്ടാത്ത ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം ആദാമിന് 930 വർഷം കഴിഞ്ഞപ്പോൾ ഒരുപാട് പിള്ളേരുണ്ടെന്നേ, ഒരുപാട് തലമുറ എവിടെ ഉണ്ടെന്നേ. പക്ഷേ നിങ്ങൾ അവിടെ വായിച്ചു നോക്കണം 5-ാം അധ്യായം. അവിടെ 1-ാമത്തെ പാരഗ്രാഫ് 1-ാമത്തെ തലമുറ, 2-ാമത്തെ പാരഗ്രാഫ് 2-ാമത്തെ തലമുറ, 3-ാമത്തെ പാരഗ്രാഫ് 3-ാമത്തെ തലമുറ, 4-ാമത്തെ പാരഗ്രാഫ് 4-ാമത്തെ തലമുറ, 5-ാമത്തെ ഖണ്ഡിക 5-ാം തലമുറ, 6-ാമത്തെ പാരഗ്രാഫ് 6-ാം തലമുറ, 7-ാമത്തെ പാരഗ്രാഫ് 7-ാം തലമുറയാണ്. ഈ 7-ാമത്തെ പാരഗ്രാഫാണ് 21-ാമത്തെ വാക്യം. അത് വായിക്കുമ്പോൾ 21-ാമത്തെ വാക്യം വായിക്ക്. ഉൽപ്പത്തി 5:21. ഹാനോക്കിന് 65 വയസ്സായപ്പോൾ അവൻ മെഥുശലേഹിനെ ജനിപ്പിച്ചു. മെഥുശലേഹിനെ ജനിപ്പിച്ച ശേഷം ഹാനോക്ക് 300 സംവത്സരം ദൈവത്തോടു കൂടെ നടക്കുകയും പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിക്കുകയും ചെയ്തു. ഹാനോക്കിന്റെ ആയുഷ്കാലമാകെ 365 സംവത്സരമായിരുന്നു. ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. ഈ വേദഭാഗം എല്ലാവർക്കും അറിയാമല്ലോ. അവിടെ പാരഗ്രാഫ് 1, 2, 3, 4, 5, 6, 7 പറഞ്ഞ് എണ്ണണോ? യൂദായുടെ ലേഖനത്തിൽ ആ വാക്യമുണ്ട്, ഓർമ്മയുണ്ടോ? ആദാം മുതൽ വായിച്ചെങ്കിലല്ലേ പറയുള്ളൂ. ഒരുത്തൻ കെട്ടവൻ എഴുതി വെച്ച ലേഖനാന്നും പറഞ്ഞാൽ ഇരിക്കുന്നത്. ആ പുള്ളി എഴുതല്ല ഈ ലേഖനം. ആദാം മുതൽ 7-ാമനായ ഹാനോക്കും. സംഗതി കൃത്യമായില്ലേ? ഈ 7-ാമനാണോ ഹാനോക്ക്? 700-ാമനുമല്ലല്ലോ. ഹാനോക്ക് അപ്പുറത്ത് പോയില്ലേ? എൻ്റെ വീട്ടിൽ 4 തലമുറയുണ്ട്. എൻ്റെ അമ്മയുണ്ട്, ഞാനുണ്ട്, മകളുണ്ട്, മകളുടെ മകളുണ്ട്. പക്ഷെ 1000 വർഷത്തെ ഒരു പുരുഷായുഷമായി ബന്ധപ്പെടുത്തുമ്പോൾ ചില ചിന്തകന്മാർ പറയുന്നത് നമ്മുടെ 1000 സംവത്സരം ദൈവത്തിന് ഒരു ദിവസം എന്ന പോലെ തന്നെ നമ്മുടെ 1000 സംവത്സരത്തെ തലമുറകളെ ദൈവം ഒരു തലമുറയായി കണക്കാക്കുമെന്നാണ്. ആ കണക്ക് അനുമാനം ശരിയെങ്കിൽ ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന ഈ തലമുറ 6000 വർഷം കഴിഞ്ഞ് ഇപ്പോൾ ജീവിക്കുന്ന ഈ തലമുറ എത്ര തലമുറയിൽ വരും? 7-ാമത്തെ തലമുറയിൽ വരും. പഴയ നിയമം നിഴലും പുതിയ നിയമം പൊരുളുമാണ്. പഴയ നിയമത്തിനകത്ത് 7-ാം തലമുറയിൽപ്പെട്ട ഹാനോക്കിന് എന്തോ സംഭവിച്ചു? നടന്നു പോകുമ്പോൾ എടുക്കപ്പെട്ടതിനാൽ കാണാതെയായി. അതിൻ്റെ പൊരുൾ സംഭവിക്കുകയാണെങ്കിൽ ഈ ഇരിക്കുന്ന 7-ാം തലമുറ, ഈ പ്രസംഗിക്കുന്ന കേൾക്കുന്ന 7-ാം തലമുറയോട് പറയുകയാണ്, നടന്നു പോകുമ്പോൾ, പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ, പാടിക്കൊണ്ടിരിക്കുമ്പോൾ, വർഷിപ്പ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ, സങ്കീർത്തനം വായിച്ച് പ്രബോധിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ, അന്യഭാഷ പറഞ്ഞ് ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ, നടന്നു പോകുമ്പോൾ എടുക്കപ്പെടുവാൻ സാധ്യതയുള്ള തലമുറയാണ് 7-ാമത്തെ തലമുറ. അതാ പറഞ്ഞത്, ഇത് നാളും നാഴികയും അറിയാത്തുണ്ടെന്ന് പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, ഇപ്പോഴത്തെ മരണമൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്. മരണമൊക്കെ എന്താ മരണമൊക്കെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആൾ മരിക്കുകയാണ്. തൻ്റെ ഡെഡ് ബോഡിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം ഡെഡ് ബോഡി എടുക്കും മുൻപ് പ്രാർത്ഥിച്ച ആൾ മരിച്ചു. ശ്രദ്ധിച്ചിട്ടില്ലേ? കർത്തൃമേശയുടെ അപ്പവും വീഞ്ഞും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം ബാസ് കുഴഞ്ഞു വീണു, മരിച്ചില്ല. തൃശ്ശൂരിൽ പൂമലയിൽ ഒരമ്മച്ചി സാക്ഷ്യത്തിന് എഴുന്നേറ്റു. പറഞ്ഞ വാക്ക്, പ്രാവിനുള്ളതുപോലെ ചിറകനിക്കുണ്ടായിരുന്നുവെങ്കിൽ. ബാക്കി പറഞ്ഞില്ല, അവിടെ ഇരുന്നു. ആളുകൾ വിചാരിച്ചു സങ്കടം വന്നിട്ടായിരിക്കും. ഒരു പാട്ടൊക്കെ പാടി, പാട്ട് പാടി മുഴുവൻ പാടി അമ്മച്ചി എഴുന്നേൽക്കുന്നില്ല. ഒരാളിത് പറഞ്ഞു, അമ്മച്ചി ബാക്കി പറ. അമ്മച്ചി മരിച്ചിരിക്കുക.
കാസർഗോഡ് സഭയിൽ എഴുതി വെച്ചിട്ടുണ്ട്, പ്രിയപ്പെട്ട അമ്മച്ചിക്ക് യാത്രാമംഗളങ്ങൾ സഭകളുടെ അകത്ത്. ഞാൻ ചോദിച്ചു, അമ്മച്ചി എവിടെ പോയി? അമേരിക്കയിൽ പോയോ? ഇല്ല, അമ്മച്ചി സ്വർഗത്തിലേക്ക് പോയി. അതിന് എന്തോ ഒരു അമ്മച്ചിമാർ മരിക്കുന്നു, ഈ അമ്മച്ചിയെ മറക്കാൻ ഒക്കെയല്ലേ പാസ്റ്റേ? ഒരാരാധന സമയത്ത് അമ്മച്ചിക്ക് ദൈവാത്മാവ് പ്രകാശിപ്പിച്ചു. പാട്ടുകാർ ആമ്പിള്ളേരും പെമ്പിള്ളേരും നിൽക്കുന്നു. വന്നിച്ചു പറഞ്ഞു, പെമ്പിള്ളേരെ നിങ്ങൾ എന്തോന്നാടി മൊബൈൽ നോക്കി ദൈവകൃപയിൽ ആശ്രയിച്ചൊക്കെ ഇപ്പോഴും മൊബൈൽ നോക്കണ്ട, മൊബൈൽ അങ്ങ് താഴെ വെക്കണമെന്ന് പറഞ്ഞ് അവരെ അങ്ങോട്ട് ഇടിച്ചമ്മച്ചി പുറകെ. അവർ താഴെ വെച്ച് ആരാധിച്ചു. തിരികെ ചെല്ലുമ്പം സൗരമാരെ പറഞ്ഞു, ആമ്പിള്ളേരും പോയി ഇടിച്ചോളാൻ. ആമ്പിള്ളേരും പോയി ഇടിച്ചു. അമ്മച്ചി ആയതുകൊണ്ട് പിള്ളേരൊന്നും പറഞ്ഞില്ല. പക്ഷേ അന്ന് പകൽ ഭയങ്കര ആരാധന വെളിപ്പെട്ടു. ആ പാസ്റ്റർ വന്ന ശേഷം പല പ്രാവശ്യം കാത്തിരിപ്പ് യോഗം നടത്തിയിട്ടുണ്ടെങ്കിലും പല കുട്ടികളും അഭിഷേകം പ്രാപിച്ചിരുന്നില്ല. എന്നാൽ അന്ന് 6 കുട്ടികൾ അഭിഷേകം പ്രാപിച്ചു. ആരാധന മണിക്കൂറുകൾ മുൻപോട്ട് പോയി. പാസ്റ്റർ വിചാരിച്ചു, ഇന്ന് ആരാധന നടക്കട്ടെ, പ്രസംഗം വേണ്ട. ആരാധനയെല്ലാം സമാപിച്ച് കഴിഞ്ഞപ്പോൾ പാസ്റ്റർ എല്ലാവരും വെള്ളം കുടിച്ചിട്ട് വാ, അനൗൺസ്മെൻറ്റ് പറഞ്ഞ് യോഗം സഭായോഗം അവസാനിപ്പിക്കാം. പോകുന്ന വഴി അമ്മച്ചിയുടെ അടുത്ത് അമ്മച്ചി നന്നായിരുന്നു എന്ന് പറയാൻ വേണ്ടി ചെന്നപ്പം അമ്മച്ചി മരിച്ചിട്ട് 40 മിനിറ്റായി. സ്തോത്രം. മരണസമയത്ത് പോലും 6 കുട്ടികൾക്ക് ആത്മാവിൻ്റെ ശക്തി പകർന്നു കൊടുത്തിട്ട് സഭായോഗത്തിനകത്ത് ഇരുന്നുകൊണ്ട് നിത്യത്തിലേക്ക് യാത്രയായ ആ അമ്മച്ചിയുടെ ചരിത്രം കേട്ടപ്പോൾ ഞാനങ്ങൊരു സന്തോഷം എനിക്ക് തോന്നി. ഞങ്ങൾക്കൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കും മരിക്കണമെന്ന്. നമുക്കെല്ലാം അങ്ങനെ ആഗ്രഹമുണ്ട്, പാടിക്കൊണ്ടിരിക്കണം മരിക്കണമെന്നില്ലേ? ഞങ്ങളുടെ സമകാലീന പ്രഭാഷകനായിരുന്ന, ഞാനിത് പ്രസംഗിക്കുമ്പോൾ പറയും, JC പാറക്കടവിൽ, ട്രിവാൻഡ്രംകാരനാണല്ലോ. ട്രിവാൻഡ്രത്ത് വരുമ്പോഴെല്ലാം എന്നെ ആളുകൾ പണ്ട് പരിചയപ്പെടുത്തിയിരുന്ന ജോയി പാറക്കടവിൽ പ്രസംഗിക്കുന്ന അദ്ദേഹത്തിൻ്റെ പേരാ. ഞാനങ്ങും മിണ്ടാറില്ല, എന്തെങ്കിലും പറഞ്ഞോട്ടെ എന്ന് കരുതി. അപ്പം അദ്ദേഹത്തിൻ്റെ മരണം അറിയാമല്ലോ. റാന്നിയിൽ അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു. സ്വന്തം മകൾ ലിഡിയാണ് ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുഴഞ്ഞു വീണു. ഞാൻ 14 മൈൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു. എബി ഇബ്രഹാം പാസ്റ്ററിക്കൊരു മെസ്സേജ് വിടുന്നു, JC കുഴഞ്ഞു വീണു, ആശുപത്രിയിൽ പ്രാർത്ഥിക്കണം. ഞാൻ തിരിച്ചു മെസ്സേജ് വിട്ടു, പ്രാർത്ഥിക്കാം. 14 മൈൽ നിന്ന് കോട്ടയത്തേക്ക് ബസ് കയറാൻ നിൽക്കുമ്പോൾ, പുളിക്കൽ കവലയിൽ നിൽക്കുമ്പോൾ അടുത്ത മെസ്സേജ്, JC യാത്രയായി. ഞെട്ടിപ്പോയി. കാരണം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആര് മരിക്കുന്നത്? ഒരു പ്രഭാഷകൻ മരിക്കുന്നത്. ഇനി അതിൻ്റെ ബാക്കി പറയാൻ നിൽക്കുകയാണ് ഞാൻ. ഈ ജോയി പാറക്കൽ എന്ന പേരും JC പാറക്കടവിൽ എന്ന് വരുന്ന ഒരു സാദൃശ്യമുള്ളത് കൊണ്ട് കുറേ പേര് വിചാരിച്ചു ഞാനാ മരിച്ചതെന്ന്. അപ്പോൾ ചിലർ വിളിച്ചു ചോദിച്ചു, ജോയി പാറക്കൽ സാറ് മരിച്ചല്ലേ, എപ്പോഴാ അടക്കുന്നതെന്ന്. അപ്പോൾ പുള്ളി പറഞ്ഞു, എപ്പോൾ മരിച്ചു? അത് ഇപ്പോൾ ഒരു വാർത്തയുണ്ട്, ആശുപത്രിയിലായിരുന്നു, ഇപ്പം മരിച്ചു. അന്ന് ആലോചിച്ചിട്ട് പറയാം. ദൈവാനുമരെ വീട്ടിലോട്ടാരും വിളിച്ചില്ല. പോകട്ടെ. ഞാൻ ബസ് കയറി കോട്ടയത്ത് KSRTC ബസ് സ്റ്റാൻഡിൽ നിൽക്കുമ്പോൾ ഒരാൾ എന്നോട് വിളിച്ചു ചോദിച്ചു, ഞാൻ ചത്തോന്ന്. അതാ ഏറ്റവും രസം. എന്നോട് വിളിച്ചു, ജോയി പാറക്കലാണോ? ഞാൻ പറഞ്ഞു, അതെ. എവിടെ നിൽക്കുന്നു? കോട്ടയം KSRTC ബസ് സ്റ്റാൻഡിൽ. അടുത്ത ചോദ്യം, ആരോഗ്യമൊക്കെ എങ്ങനെയുണ്ടെന്ന്. ആദ്യമായിട്ട് വിളിക്കുക. ഞാൻ എവിടെന്നാണ് വിളിക്കുന്നത്? അടൂര് കടമ്പനാടെന്ന്. മരണവാർത്ത അറിഞ്ഞായിരുന്നോ? അറിഞ്ഞായിരുന്നു സാറേ, അതാ വിളിച്ചത്. ഞാനല്ല മരിച്ചത്. ഞങ്ങൾ പറയുകയും ചെയ്തു. കഴിഞ്ഞ ആഴ്ചയിൽ കടമ്പനാട് സാറ് പ്രസംഗിച്ച് എനിക്ക് ജീവിക്കുന്ന ക്രിസ്തുവും മരിക്കുന്ന ലാഭം അറം പറ്റിയ വാക്കായി പോയല്ലോ എന്ന് ഞങ്ങൾ പറയുകയും ചെയ്തു. ഞാൻ അദ്ദേഹത്തിൻ്റെ ഫ്യൂണറൽ സർവീസിന് ചെല്ലുമ്പം ഈ കാര്യം പറയുന്ന യൂട്യൂബിനകത്ത് കിടക്കുന്നുണ്ടെന്നേ. എപ്പോഴാണ് എൻ്റെ സോദരൻ, പാട്ടില്ലേ പണ്ട് അല്ലേ, എപ്പോഴാണ് എൻ്റെ സോദര മൃത്യു വരുന്നതോർക്കായിൽ എന്തു കഷ്ട. ആ പാട്ടൊക്കെ പാടിലും പാടാറുണ്ടോ? എപ്പോഴാ മരണം വരെയെന്ന് അറിയാൻ പറ്റുമോ? ഇപ്പം ഞാൻ എപ്പോഴാണ് പ്രസംഗം തുടങ്ങിയത്? 7:45, 1.5 മണിക്കൂറാകാൻ പോവുകയാണ്. ഈ 1.5 മണിക്കൂർ പ്രത്യാശയുള്ള ദൈവത്തിൻ്റെ വചനം, യേശുവിൻ്റെ വരവിൻ്റെ നാളും നാഴികയും ഞാനിങ്ങനെ മുഴുവൻ ശബ്ദമെടുത്ത് പ്രസംഗിച്ചുകൊണ്ടിരുന്നിട്ടും നിങ്ങളുടെ തൊട്ടടുത്തിരിക്കുന്ന ഒരാൾ ഇതുവരെ വാ തുറന്നിട്ടുമില്ല, ഒരു ഹല്ലേലൂയ പറഞ്ഞിട്ടുമില്ലെങ്കിൽ ഇപ്പോഴൊന്ന് പിച്ചി നോക്കുക, ചിലപ്പോൾ ചത്തിരിക്കുകയായിരിക്കും. പറയാനൊക്കുകയില്ല. ഇവരിടയ്ക്കിടയ്ക്ക് പറയുന്നത് അതുകൊണ്ടാണ് പറഞ്ഞത്, ഒന്ന് കൈ കൊടുത്തിട്ട് മതി. ചത്തോന്നറിയാനാ? കൈ കൊടുത്തിട്ട് പറ, ചിരിച്ചോണ്ട് പറ. ഇത് ഇരിപ്പ് കണ്ട ചത്തോ ഇല്ലെന്ന് അറിയണ്ടേ? അതിനായി പറയുന്നേ. എൻ്റെ പ്രിയപ്പെട്ടവർ, ഞാൻ ചോദിക്കുന്നത്, 1.5 മണിക്കൂറായി വചനം കേട്ടിട്ടും വാ തുറക്കാൻ പറ്റുന്നില്ലെങ്കിൽ, ഹല്ലേലൂയ പറയുന്നില്ലെങ്കിൽ,
പിന്നെ എന്തിനാ ജീവിക്കുന്നത് ചോദിച്ചു പോകുകയല്ലേ നമ്മള്. ജീവനുള്ളതൊക്കെയും ദൈവത്തെ സ്തുതിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഏറ്റവും വലിയ ആരോഗ്യം എന്താ? ഏറ്റവും വലിയ സമ്പത്ത് എന്താ? 5 ഭൂഖണ്ഡങ്ങളിൽ 5 മക്കള് പോകുന്നതല്ല. മാസം തോറും 25,000 വെച്ച് 5 മക്കളും തന്നാൽ എന്താ കാര്യം? സ്വന്തം മുറിക്കകത്ത് കിടക്കുന്നു, മലമൂത്ര വിസർജനം ചെയ്ത് JCB കൊണ്ട് മറച്ചിടുന്ന വാട്ടർ ബെഡിനകത്ത് കിടക്കുന്നു. അയൽപ്പക്കത്ത് സുശീല നേഴ്സായിട്ട് നിൽക്കുന്നു. 1.5 10 ലക്ഷം കിട്ടിയാൽ എന്താ കാര്യം? ഏറ്റവും വലിയ സമ്പത്ത് എന്നാണെന്നറിയാമോ? നേരം വെളുത്ത് പരസഹായം കൂടാതെ ഒന്ന് എഴുന്നേൽക്കുക, നേരെ ടോയ്ലറ്റിൽ ഒന്ന് പോകുക, തിരിച്ചു വരിക, അടുക്കളയിൽ കയറി സ്വയമായൊരു കാപ്പി അനത്തി കുടിക്കാൻ പറ്റുമെങ്കിൽ അതിനേക്കാൾ വലിയൊരു ആരോഗ്യം, അതിനേക്കാൾ വലിയൊരു സമ്പത്ത് ഈ ലോകത്തിൽ ഇല്ലെന്ന് സ്വന്തം മുറിക്കകത്ത് കിടന്നുകൊണ്ട് മലമൂത്ര വിസർജനത്തെ ദുർഗന്ധം വമിച്ച് കുട്ടികൾ വീഡിയോയിൽ കൂടെ വിളിച്ച് ക്ഷേമം അന്വേഷിച്ച് അങ്ങനെ കിടന്ന് മരിക്കുന്നതിനേക്കാൾ നടന്നു പോകുമ്പോൾ, പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ, പാടിക്കൊണ്ടിരിക്കുമ്പോൾ, ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരിക്കുമ്പോൾ എടുക്കപ്പെടുവാൻ സാധ്യതയുള്ള ഒരു തലമുറയാണ് 7ാമത്തെ തലമുറ, ഈ നിൽക്കുന്ന തലമുറയെന്ന്. ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നു. എന്നാ മനോഹരമാണെന്നറിയാമോ? മനോഹരം. ഹാനോക്കിനെ കുറിച്ചൊക്കെ ഒരാളെങ്ങനെ ഗംഭീരമായിട്ട് പ്രസംഗിച്ച്, ഹാനോക്കിന് ഇത്രയും കൊല്ലമായിട്ടും ഒരു ഭാര്യ. സ്തോത്രം പറയണ്ടേ? നമ്മളെ കൊണ്ടെങ്ങാനും പറ്റുന്ന കാര്യമാണോ ഇതൊക്കെ? ഇത്ര കൊല്ലമാ. ഇവിടെ 15-20 കൊല്ലം കഴിയുമ്പം ഡിവോഴ്സ് നടക്കുന്ന നാടാണ് നമ്മുടെ കേരളം. കോടതി നാളെ ചോദിച്ചു, മോളെ എത്ര വർഷമായി? 10-17 കൊല്ലമായി. എത്ര പിള്ളേർ? ഒരു പെങ്കൊച്ച് 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എന്നാൽ പിന്നെ നിനക്ക് അഡ്ജസ്റ്റ് ചെയ്തു കൂടെ? പറ്റത്തില്ല. അണ്ടർസ്റ്റാൻഡിങ് പറ്റത്തില്ല സാറേ. കോടതി ചോദിക്കുക, നിനക്ക് സ്റ്റിച്ചിങ് വർക്ക് അറിയാമോ? തയ്യൽ അറിയാം. എന്നാൽ പിന്നെ ഷർട്ടിൻ്റെ ഒരു ഭാഗം ഇച്ചിരി കീറിയെന്ന് കരുതി സൂചി നൂല് ഉപയോഗിച്ച് തുന്നിയിട്ട് നടന്നുകൂടെ? കോടതിക്ക് ആഗ്രഹം. ഈ കൊച്ചു പറയാൻ നടക്കാം സാർ, പക്ഷേ ഷർട്ടിൻ്റെ എല്ലാ ഭാഗത്തും കീറലാണെങ്കിൽ തുന്നുന്നതിനേക്കാൾ നല്ലത് പുതിയ തുണി മേടിക്കുകയല്ലേ എന്ന്. കോടതി പറഞ്ഞു ഡിവോഴ്സ് ചെയ്തോളാൻ. കാലം പോയ പോക്ക് കണ്ടോ? പണ്ടൊക്കെ 25 കൊല്ലം കഴിയുമ്പോഴാണ് നമ്മുടെ അപ്പനും അമ്മയൊക്കെ 25ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി വാച്ചൊക്കെ കെട്ടി ഉണ്ട്, കൊടയൊക്കെ പിടിച്ച് 25ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി. ഇപ്പോഴത്തെ പിള്ളേരോ കല്യാണത്തിന് മുമ്പ് തന്നെ സേവ് ദ ഡേറ്റ് ഉണ്ട്, പിന്നെ കല്യാണം കഴിഞ്ഞുണ്ട്, ഫസ്റ്റ് വീക്ക് വർഷം കൊടുക്കുകയാണ്. 1ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി. എന്താ കൊടുക്കുന്ന കാര്യം? ഇത് 25 വരെ പോകുമോ ഇല്ലയോ എന്ന് അവർക്കും സംശയം. അതായി 1ാമത്തെ കൊല്ലം കൊടുക്കുന്നത്. മനസ്സിലായോ? എന്തെല്ലാം തകർച്ചകളാണ് നടക്കുന്നത്. ഞാൻ ഈ പ്രസംഗത്തിൽ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, നിങ്ങൾ മറുപടി പറയണം. ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ, അങ്ങനെ ഇല്ല കേട്ടോ, ചുമ്മാ ലഡുവൊന്നും പൊട്ടരുത്. ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ ഇപ്പോഴുള്ള ഭാര്യ മതിയോ? ഇപ്പോഴുള്ള ഭർത്താവ് മതിയോ? ചോദ്യം കണ്ടോ? ഒരെണ്ണം കൈവെക്കുന്നുണ്ടോ മാത്തിപ്പാസ്? എന്തോരും ഭാര്യമാരോട് ഇരിപ്പുണ്ട്, എന്തോരും ഭർത്താവ് മതി അല്ലേലു എന്ന് ഒരെണ്ണം പറയാത്ത എന്താ? അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ദൈവമേ ഈ ഓണത്തിൻ്റെ പ്രഷർ കുക്കർ എക്സ്ചേഞ്ച് മേളയ്ക്ക് പകരം ഈ ഏടാകൂടങ്ങളെ മാറുന്നൊരു മേള വന്നിരുന്നെങ്കിൽ ഈ കൊല്ലവും നടന്നില്ല. അതിന് സങ്കടം കൊണ്ടാ ഹല്ലേലൂയ പറയാത്തത്. മക്കളെ, ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ ഈ മാതാപിതാക്കൾ മതിയോ നിങ്ങൾക്ക്? അവർ പറയും ഭാഷയെ അറം പറ്റുന്ന വാക്ക് പറയാതെ ബുദ്ധിയും വിവരവും ബോധമില്ലാത്ത 2 കോവർ കഴുതകളാണ് അപ്പനും അമ്മയും. അങ്ങനെ അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നേ. ഒരുവിധമൊക്കെ ശരിയാ ചിലപ്പോൾ തോന്നാറുമുണ്ട് കേട്ടോ. എന്നാലും പറയട്ടെ, നമുക്ക് അവർക്കൊക്കെ ഒരു പുച്ഛമാണ് നമ്മളില്ലേ? പുച്ഛമല്ലേ? അമ്മയ്ക്ക് കാണാൻ ഭംഗിയില്ല, സൗന്ദര്യമില്ല, ശരിയാ. എൻ്റെ അമ്മ സ്ട്രോക്ക് വന്ന് വീട്ടിൽ കിടക്കുക, എൻ്റെ കഴിഞ്ഞ ദിവസം പിള്ളേർ തലയൊക്കെ മുട്ടയടിച്ച് ഇങ്ങനെ ഇരിക്കുക, കാണാനിപ്പോൾ ഒരു ഭംഗിയില്ല. അതാണോ എൻ്റെ അമ്മ? അല്ല. എൻ്റെ അമ്മയ്ക്ക് ഞങ്ങളുടെയൊക്കെ പ്രായത്തിലുള്ള യൗവന പ്രായത്തിലുള്ള ഫോട്ടോ ഞാൻ യാദൃശ്ചികമായി കാണാനിടയെ. പണ്ടത്തെ ഫോട്ടോയാ. അന്നൊക്കെ ഫോട്ടോ എടുത്ത് ഒരുപാട് നാൾ കഴിഞ്ഞാൽ കിട്ടുന്നേ. സുന്ദരിയായൊരു സ്ത്രീ. ഞാൻ ചോദിച്ചു, ഇതമ്മയാണോ? പിന്നെ ഞാനല്ലാതെ പിന്നെ നീയാണോ? ഞാൻ പറഞ്ഞു, ഇത്രയും ഭംഗിയോ? ആ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നടാ. ഇപ്പം കണ്ടാലോ യാതൊരു വകയില്ല.
അപ്പം ഇപ്പം നമ്മൾ ചിന്തിക്കുന്നത് ഈ പിള്ളേർക്ക് ഇപ്പം അമ്മയും അപ്പനൊന്നും ഭംഗിയില്ല. പക്ഷെ പിള്ളേരോട് ഞാനൊരു കാര്യം പറയാം, നിങ്ങളുടെ പ്രായത്തിൽ നിങ്ങളുടെ മാതാപിതാക്കന്മാർക്ക് നിങ്ങളെക്കാൾ ഗ്ലാമർ ഉണ്ടായിരുന്നു. തെളിവ് എൻ്റെ കയ്യിലുണ്ട്. അതെന്നാ പാസ്റ്റേ തെളിവ്? പാസ്റ്ററുടെ കയ്യിൽ ഉത്തരം. നിങ്ങളുടെ പ്രായത്തിൽ നിങ്ങളുടെ കാർന്നന്മാർക്ക് നിങ്ങളെക്കാൾ സൗന്ദര്യമുണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് നിങ്ങൾക്ക് ഇത്രയെങ്കിലും ഓഞ്ഞ മോന്ത കിട്ടിയത്. അതുകൊണ്ട് അവരുടെ കാര്യത്തിൽ നമുക്ക് സ്തോത്രം ചെയ്ത് വേണം ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ. നിങ്ങളും അതുപോലൊക്കെ ആകുമെന്നേ. അതുകൊണ്ട് ചോദ്യം, ഒന്നാമത്തെ ചോദ്യം, ഭാര്യ ഭർത്താക്കന്മാരെ ഇനിയൊരു മാറ്റത്തിന് വേണോ ചിന്തിക്കാം. രണ്ടാമത്തെ ചോദ്യം, മാതാപിതാക്കൾ മക്കൾ ആഗ്രഹിക്കുന്നവരുണ്ടാകും. മൂന്നാമത്തെ ചോദ്യം ഞാൻ ഈ മൈക്കിൽ കൂടെ ചോദിക്കുമ്പോൾ 5 കിലോമീറ്റർ ചുറ്റളവിൽ നമ്മുടെ കരമടിക്കുന്ന ശബ്ദം ഉയരണം. മൂന്നാമത്തെ ചോദ്യം ഇതാണ്, ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ആരാധിക്കുന്ന, ഇപ്പോൾ നിങ്ങൾ സേവിക്കുന്ന ഈ യേശുവിനെ തന്നെ മതിയോ നിങ്ങൾക്ക് ദൈവമായിട്ടെന്ന് ചോദിച്ചാൽ ഈ കരഘോഷം പോരാ പ്രിയപ്പെട്ടവരെ. ഞങ്ങൾ 1,00,000 വാട്സിന്റെ സൗണ്ടിൽ വിളിച്ചു പറയുന്നു, ഈ ദേശത്തോട് ഒരു ജന്മമല്ല 1000 ജന്മം ലഭിച്ചാലും യേശുവല്ലാതെ ഞങ്ങൾക്ക് മറ്റൊരു ദൈവത്തെ വേണ്ട എന്ന് അവനൊപ്പം പറയാൻ ഒരാളില്ല. അവനെ പോലെ ആരാധനായി മറ്റൊരുവനില്ല. പകരം വെക്കാനില്ലാത്ത, അനുധാവനം ചെയ്യുവാൻ കൊള്ളാകുന്ന, ആരാധിക്കുവാൻ കൊള്ളാകുന്ന, അവനൊപ്പം പറയാൻ ആളില്ലാത്ത ഒരുവന്റെ പേരാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു. ഹല്ലേലൂയ. ഹാനോക്ക് ഭാര്യയുടെ കൂടെ മക്കളുടെ കൂടെ അതൊന്നും ദൈവത്തിൻ്റെ കൂടെ നടക്കാൻ തടസ്സമല്ലാട്ടോ. അവൻ ദൈവത്തിൻ്റെ കൂടെയും കൂടെ നടന്നു. അതുകൊണ്ട് ഇഷ്ടികയുടെ വലിപ്പമുള്ള ഫോൺ നെഞ്ചത്ത് വെച്ച് പിടിച്ചാലും നെഞ്ചിനകത്ത് കർത്താവിനോടുകൂടെ നടക്കാൻ നിങ്ങൾ തീരുമാനിച്ചോ? ഇത് 7ാമത്തെ തലമുറയാണ് പ്രിയപ്പെട്ടവരെ. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഇന്ന് രാത്രിയിൽ വേദപുസ്തകമെല്ലാം താഴോട്ട് വെച്ചിട്ട് പാട്ടുകാർ മുന്നോട്ട് വരും. ആ പാട്ടാണോ നിങ്ങൾ പാടുന്നത്? ഇകത്തിലെ ദുരിതങ്ങൾ തീരാറായി, നാം പരത്തിലേക്ക് ഉയരും നാൾ വരാൻ പോവുകയാണ്. ഓട്ടറക്കോൾ ഒന്ന് കണ്ണടച്ച് ഇന്ന് രാത്രി ഞങ്ങൾ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, ഉഷസായപ്പോൾ ദൂതന്മാർ ലോത്തിന്റെ കൈക്ക് പിടിച്ചു. നിങ്ങൾ വായിച്ചിട്ടില്ലേ? ഉഷസായപ്പോൾ ദൂതന്മാർ ലോത്തിന്റെ കൈക്ക് പിടിച്ചു. കൈക്ക് പിടിക്കുവാൻ 4 കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം, ഇത് നാശപട്ടണമാണ്, അധിക നാൾ ഇവിടെ ജീവിക്കാൻ ഒക്കത്തില്ല. രണ്ടാമത്തെ കാരണം, ഓടിയാൽ നിനക്ക് രക്ഷ ഉറപ്പാണ്, ദൈവത്തിൻ്റെ പർവ്വതം അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മൂന്നാമത്തെ കാരണം, സമയം വളരെ കുറവാണ്, പറഞ്ഞു നിൽക്കാൻ നേരമില്ല. നാലാമത്തെ കാരണം, ഈ ഒരു മാർഗമല്ലാതെ, ഈ ഒരു പദ്ധതിയല്ലാതെ ദൈവത്തിന് രക്ഷിക്കാൻ വേറെ മാർഗമില്ല. സുവിശേഷ മഹായോഗത്തിന് 2ാമത്തെ രാത്രിയിൽ ആത്മഭാരത്തോടെ ദൂതവാഹകരായ ഞങ്ങൾ വിളിച്ചു പറയുന്നു, ഉറങ്ങുന്നവരുടെ കയ്യിൽ പിടിച്ച് ഞങ്ങൾ വിളിച്ചു പറയുന്നു, ഇത് നാശപട്ടണമാണ്. ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും, ഭൂമിയും മൂലപദാർത്ഥങ്ങളും കത്തിയടിയും. ഇവിടെ നമ്മൾ പരദേശികളാണ്, സ്വന്തം നാട് ഇവിടെ അല്ല, ഇത് നാശപട്ടണമാണ്. രണ്ടാമതായി, ഓടിയാ ലക്ഷ്യം ഉറപ്പാണ്. ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുൻപ് ക്രൂശിൽ പിളർക്കപ്പെട്ട പാറയായ ക്രിസ്തുവിന്റെ മാറുവിടത്തിലേക്ക് ശരണത്തിനായി ഓടി വരാൻ ആർക്കെങ്കിലും മനസ്സുണ്ടെങ്കിൽ അവർ ദൈവത്തിന് മുൻപാകെ കരമുയർത്തട്ടെ ഇന്ന് രാത്രി. മൂന്നാമതായി, സമയം വളരെ കുറവാണ്. ഡിസംബർ 31 അടുത്ത വർഷം ബർത്ത്ഡേക്കൊക്കെ തീരുമാനമെടുക്കാതെ ഇപ്പോഴാകുന്നു രക്ഷാദിവസം, ഇപ്പോഴാകുന്നു സുപ്രസാദകാലം. ഇന്ന് രാത്രിയിൽ യോഗം ആശീർവാദം പറഞ്ഞ് പിരിയും മുൻപ് യേശുവിൻ്റെ കൂടെ യാത്ര ചെയ്യാൻ തീരുമാനമുണ്ടെങ്കിൽ അവരെ ഓർത്ത് ഞങ്ങൾ ദൈവത്തിന് സ്തുതി പറയുകയാണ്. നാലാമത്തെ കാര്യം, ഇതല്ലാതെ വേറെ മാർഗമില്ല, ഇതല്ലാതെ വേറെ ദൈവത്തിന് പദ്ധതിയില്ല. എത്ര കൊല്ലം കഴിഞ്ഞാലും ഞങ്ങൾ മാറ്റി പറയത്തില്ല. ഇന്നലെ പറഞ്ഞത് ഇന്നും പറയുന്നു, മറ്റൊരുത്തരിലും രക്ഷയില്ല, മറ്റൊരുത്തിയിലും രക്ഷയില്ല, മറ്റൊരിടത്തും രക്ഷയില്ല. ആകാശത്തിന് കീഴിൽ ഈ ഭൂമിക്ക് മുകളിൽ രക്ഷയ്ക്കായി നൽകപ്പെടുവാൻ വേറെ നാമമില്ല. ഇന്ന് രാത്രിയിൽ നമ്മുടെ കണ്ണുകളെ അടച്ചിരിക്കും.
കർത്താവേ, ഒരുപാട് നാളായി ഞങ്ങൾ കേൾക്കുകയാണ് യേശു വരുന്നത്. പക്ഷേ ഈ തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നാളും നാഴികയും നിനയാത്ത നാഴികയാണെങ്കിൽ എപ്പോൾ വരുമെന്ന് യേശു അറിയാത്തത് കൊണ്ട് ഞങ്ങൾ ഒരുങ്ങി നിൽക്കേണ്ടതിന് ക്രൂശിലെ സഹോദരൻ പറഞ്ഞതുപോലെ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടെ ഓർക്കണമേ എന്ന് പറയാൻ ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട് ഇന്ന് രാത്രി? നെഞ്ചിലോട്ടൊന്ന് കൈവച്ച്, ഒരു കരം നെഞ്ചിലോട്ടൊന്ന് ചേർത്ത് പിടിച്ച്, മറുകരം സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തിപ്പിടിച്ചോണ്ട് പറയണം, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടെ ഓർത്തുകൊള്ളണമേ. ഈ കരം ഉയർത്തിയവർക്ക് വേണ്ടി, ഈ നെഞ്ചിൽ കരം വെച്ച പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഇന്ന് രാത്രി ഞങ്ങൾ പ്രാർത്ഥിച്ച അനന്തരം ഒരു പാട്ട് പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട രാത്രിക്കായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവേ, നാളും നാഴികയും അറിയാത്തത് കൊണ്ട്, നനയാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് ഒരുങ്ങിയിരിപ്പീൻ എന്നുള്ള മുന്നറിയിപ്പിനെ അവഗണിക്കുവാനിടയായി തീരാതെ വചനം കേൾക്കുക മാത്രമല്ല, അത് പ്രമാണിച്ചുകൊണ്ട് നിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പ്രസംഗിച്ച ഞാനും കേട്ട എൻ്റെ ശ്രോതാക്കളും കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ട് പോകല്ലേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വരവിനാ ഞങ്ങളെ ഒരുക്കി നിർത്തണമേ. ശാപങ്ങളും രോഗത്തിന്റെ ബന്ധനങ്ങളും അഴിച്ച് രക്ഷയുടെ മാർഗത്തിലേക്ക് അവരെ കൊണ്ടുവന്ന് യോഗം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ യേശുവിന്റെ കരം പിടിച്ച് യാത്ര ചെയ്യുവാൻ സഹായിക്കണമേ. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്നത് കരുണയോടെ കേൾക്കണമേ. സ്വർഗീയ നല്ല പിതാവേ, ഇരുകരവും ചേർത്തടിച്ച് ആത്മശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് വാനസേനയുമായി വരും. പ്രിയൻ വാനമേഘേ വരുമല്ലോ.